അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ പുതിയൊരു ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങാൻ പോകുന്നത്. എന്താണ് ഈ ചാപ്റ്ററിന്റെ പേര്? പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. എന്താണ് മെറ്റലിന്റെ പ്രൊഡക്ഷൻ? എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്? അപ്പം മെറ്റൽസ് എന്താണ്? ഈ മെറ്റൽസ് ഒക്കെ നമ്മളിപ്പം മനുഷ്യന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? ഒരു 13.8 ബില്യൺ ഇയേഴ്സ് ഒക്കെ ആണ് എന്തുണ്ടത് നമ്മുടെ ബിഗ് ബാങ് എന്നൊരു ഫിനോമിനൻ നടന്ന് അതിനുശേഷം പ്രപഞ്ചം ഉണ്ടായെന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനൊക്കെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മനുഷ്യരുണ്ടായപ്പോൾ നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ നമ്മൾ മനുഷ്യർ എന്താണ് സാധാരണ ഈ മരകഷ്ണവും കല്ലും മണ്ണും ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് യുദ്ധമോ അല്ലെ അടിയോ പിടിയൊക്കെ നടക്കുമ്പോൾ അങ്ങനെയാണ്. മൃഗങ്ങളെ വേട്ടയാടാനൊക്കെ ആണെങ്കിലും എന്താണ് ബാക്കി നമ്മൾ എന്താണ് ഈ മാംസഭൂജികളായിട്ടുള്ള കാർണിവോർസ് ആയിട്ടുള്ള മൃഗങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്താണ് കല്ലുകളൊക്കെ മുറിച്ച് കൂട്ടിയിട്ടാണ് ആയുധങ്ങളായി ഉപയോഗിച്ചത്. പക്ഷെ കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ എന്തായി? മെറ്റൽസ് കണ്ടുപിടിച്ചു. അപ്പൊ മെറ്റൽസ് കണ്ടുപിടിച്ചപ്പോൾ എന്തായി? മനുഷ്യന്റെ ലൈഫ് കുറച്ചുകൂടി ഈസിയായി. എന്താണ് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പോകാൻ തുടങ്ങി. നമ്മൾ കുറച്ചുകൂടി എന്താണ് ഹാർഷായിട്ടും ഇന്റലിജന്റ് ആയിട്ട് പ്ലാനൊക്കെ നടത്തി സ്ട്രാറ്റജി ഒക്കെ നടത്തിയിട്ട് മെറ്റൽസ് ഉപയോഗിച്ചിട്ട് വേട്ടയാടാൻ തുടങ്ങി. അപ്പൊ എന്തായി? മനുഷ്യർ കുറച്ചുകൂടി പവർഫുൾ ആയി. ആ ഒരു ഹൈറാർക്കിയിൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മനുഷ്യർ വന്നു. അതിനുശേഷം നമ്മൾ കാർഷിക വിപ്ലവം നടന്നു. കൃഷിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ കൃഷി തുടങ്ങിയപ്പോൾ ഉറപ്പായി മെറ്റൽസ് ഉണ്ടായാൽ മാത്രം പോരാ, മെറ്റൽസ് നമ്മൾ പല വിധത്തിൽ അതിനെ മാറ്റി മാറ്റി ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് ആക്കണം. എന്തിന്? കൃഷിക്ക് വേണ്ടി കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി. സോ അത്തരം കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ മെറ്റൽസിന്റെ ഉപയോഗം തുടങ്ങി. ആദ്യം അതൊക്കെ ഇരുമ്പ് വന്നു, ചെമ്പ് വന്നു, പിന്നെ ഇതൊക്കെ വെച്ചിട്ട് അലോയ്സ്, എന്താണ് അലോയ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് എന്തുണ്ട് അവസാനം ഓടുണ്ടായി അല്ലേ? അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഫീൽഡാണ് മെറ്റൽസ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെയും നമ്മൾ ഒരുപാട് മെറ്റൽസ് കണ്ടുപിടിച്ചല്ലേ സയന്റിസ്റ്റുകൾ. ഇപ്പം നമ്മൾ അറിഞ്ഞെടുത്തോളം എത്രയാണ്? 92ഓളം നാച്ചുറൽ എലമെന്റ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 92 അതിന് മുകളിലുണ്ടാവും, പക്ഷേ 92ആണ് അറിഞ്ഞെടുത്തോളം നാച്ചുറൽ എലമെന്റ്സ്. ഈ 92ൽ ഭൂരിഭാഗവും നമ്മൾ കാണുന്ന എന്താണ്? മെറ്റൽസ് ആണ്. നിങ്ങൾ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ മെറ്റൽസ് കാണാൻ പറ്റും? പീരിയോഡിക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് ഗ്രൂപ്പ്, അവിടത്തെയുള്ള രണ്ട് ഗ്രൂപ്പ്സ്. പിന്നെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്ന അവിടെ എത്രയാണ്? ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെയുള്ള ഏകദേശം 10ഓളം ഗ്രൂപ്പുകൾ. ഓക്കെ, ഏതാണ്? ഡി ബ്ലോക്കിൽ അതുപോലെ എഫ് ബ്ലോക്ക് എലമെന്റ്സും ഒക്കെ മെറ്റൽസ് ആണ്. ഓക്കെ, അത് കൂടാതെ തന്നെ പി ബ്ലോക്കിലും കുറച്ച് പേര്, മൂന്നാമത്തെയും നാലാമത്തെയും പീരീഡിലുള്ള ആൾക്കാർ ആരാണ്? അതിൽ കുറച്ച് പേര്, ഇപ്പൊ അലൂമിനിയം ഒക്കെ പോലെ ഉണ്ടല്ലോ, അലൂമിനിയം ജർമ്മനി എന്നൊക്കെ പറയുന്നത്. ജർമ്മനിയം സെമി മെറ്റൽ ആണ്. ഓക്കെ, അപ്പൊ അതുപോലത്തെ കുറച്ച് മെറ്റൽസ് അവിടെയും ഉണ്ട്. ഓക്കെ, സോ ഇത് കാണുന്ന എന്താണ്? നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മുടെ ചുറ്റും ഒരുപാട് മെറ്റൽസ് ഉണ്ട്. നോൺ മെറ്റൽസ് ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് മെറ്റൽസ് ഉണ്ട്. ഓക്കെ, ഈ മെറ്റൽസ് നമ്മൾ എവിടെയാണ് കാണുന്നത്? എവിടെ നിന്നാണ്? നമ്മളിപ്പം നമ്മുടെ കയ്യിലുള്ളത് ഫൈനൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ്, മെറ്റൽ ഉപയോഗിച്ചുള്ള സാധനങ്ങളാണ് അല്ലേ? അതായത് ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമ്പികൾ, അതുപോലെ സാധനങ്ങൾ മെറ്റൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പൊ ഈ മെറ്റൽസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബേസിക്കലി മെറ്റൽസ് നമ്മൾ ചുറ്റും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ അല്ലാതെ മെറ്റൽസ് എവിടെ നിന്ന് വരുന്നു? നിങ്ങളിപ്പോൾ ഒരു സംഭവം പഠിക്കുന്നത്, ഇപ്പം നമ്മൾ ടേബിൾ സോൾട്ട് എന്ന് പറയുന്നത്. ടേബിൾ സോൾട്ടിൽ എന്താ ഉള്ളത്? നമുക്കറിയാം, NaCl അഥവാ സോഡിയം ക്ലോറൈഡ് ആണ് ഉള്ളത് അല്ലേ? അപ്പൊ ഈ സോഡിയം ക്ലോറൈഡ് എടുത്ത മക്കളെ നിങ്ങൾ എന്താ കാണുന്നത്? അതിൽ സോഡിയം, അതൊരു മെറ്റൽ ആണല്ലോ. സോ ഈ സോഡിയം എവിടെ നിന്നാണ് വരുന്നത്? ഈ മെറ്റൽ, ഈ സോഡിയം ക്ലോറൈഡിന്റെ അകത്ത് നമുക്ക് സോഡിയം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോളിസിസ് നടത്തിയിട്ട് നമ്മൾ സോഡിയം മെറ്റലിനെയും അതുപോലെ തന്നെ ക്ലോറിൻ ഗ്യാസ് ഒക്കെ റിലീസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. മെത്തേഡ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, NaCl വളരെ സിമ്പിൾ. അപ്പൊ ഇരുമ്പ് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഇരുമ്പിന്റെ അയിരുകൾ നമ്മൾ വെച്ചാൽ അത് ഓർസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം അതാണ്. മെറ്റൽസിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എന്താണ്? മെറ്റൽസിന്റെ റൂട്ടിൽ എവിടെ നിന്നാണ് ഈ മെറ്റൽ വരുന്നത്? നമ്മൾ ചുറ്റും കാണുന്നുണ്ട്, പക്ഷെ മെറ്റൽസ് എവിടെയാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡാണ്. അത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഇപ്പം കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ആകെ കാണുന്ന ഫൈനൽ പ്രൊഡക്ട്സ് മാത്രമാണ്. പക്ഷെ ഒരുപാട് ആൾക്കാരും അതുപോലെ ഒരുപാട് മെഷീനറി ഒക്കെ എന്ന് വെച്ചാൽ ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മെറ്റലിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വലിയ വലിയ റിഫൈനറീസും അതുപോലെ തന്നെ വലിയ വലിയ ഫാക്ടറീസ് ഒക്കെയാണ് ഇതിന്റെ ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇപ്പം ഇരുമ്പിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ആയിക്കോട്ടെ, ഡയമണ്ട് മൈനിങ്, അതുപോലെ ഗോൾഡ് മൈനിങ്, സിൽവർ മൈനിങ്, പ്ലാറ്റിനം മൈനിങ് എന്നൊക്കെ ഉണ്ട്. ഇപ്പം ആഫ്രിക്കയിലുള്ള കുറേ സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഡയമണ്ട്സ് അതുപോലെ മറ്റ് ജെംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ റിഫൈൻ ചെയ്തിട്ടും അതുപോലെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്, അതായത് ഇങ്ങനെ കുഴിച്ചെടുക്കുന്നത്, മൈൻ ചെയ്തെടുക്കുക എന്ന് പറയില്ല, അതൊക്കെ അവിടെ നിന്നാണ്. അപ്പൊ ഇതൊക്കെ പല ഈ മൈനിങ് ഒക്കെ വേറെ, മൈനിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല, അതൊക്കെ ജിയോളജിയുടെ ഒക്കെ ഫീൽഡാണ്. കെമിസ്ട്രി ഫീൽഡിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ മൈനൊക്കെ ചെയ്ത് എടുത്ത സാധനത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മെറ്റലാക്കാം? അതാണ് ചോദ്യം. സോ നമുക്ക് ഈ എടുക്കുന്ന സാധനങ്ങളിൽ ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയുക? അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കും. ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ എന്ന പോലെ
നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അയറൺ. അയറൺ എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും ഉപയോഗിക്കുന്ന സാധനമല്ലേ, ഇരുമ്പ്. ഇരുമ്പിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് അവസാനം ജസ്റ്റ് ഒരു ഇത് 2 പോർഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിലെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ. പിന്നെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അടുത്തത് പോകുന്ന അയണിന്റെ പ്രൊഡക്ഷൻ. ഓക്കെ, പിന്നെ അവസാനം വരുന്ന ഒരു ടോപ്പിക്കാണ് അലൂമിനിയത്തിന്റെ എന്താണ് എക്സ്ട്രാക്ഷൻ എന്നൊരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എന്താണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും ഈ ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കുന്നത്, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോളിസിസും അതുപോലത്തെ പ്രോസസ്സുകൾ പഠിച്ചു. ഈ ചാപ്റ്ററിൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ എന്ത് പഠിക്കും, മെറ്റൽസിനെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കും. ഇതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ പോലെയാണ് അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ. അതൊക്കെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. പക്ഷെ നമുക്ക് അതൊക്കെ അതിന് ശേഷമുള്ള കാര്യമാണല്ലോ. ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റലിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് നമുക്ക് പഠിക്കാം, അതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്, ഏതൊക്കെയാണ് ഈ സ്റ്റെപ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറെ. ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തു, അതിന് സബ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, സബ് സ്റ്റെപ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ടീസർ ചെയ്യാം. നമ്മൾ സിനിമക്കൊക്കെ ടീസർ വരുമല്ലോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാണാൻ പോകുന്നു നിങ്ങൾ കണ്ടോ. അത് നമ്മൾ മിനറൽസ് എന്താണെന്നും ഓർ എന്താണെന്നും പഠിക്കും. പേര് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. മിനറൽസ് ഇപ്പോൾ വാട്ടറിൽ മിനറലൊക്കെ ഉണ്ട് കേട്ടിട്ടില്ലേ. ഓർ എന്താണെന്നും നമ്മൾ പറയും. അയിരെന്ന് മലയാളത്തിൽ പറയും. മിനറലിന് മലയാളത്തിൽ ധാതു എന്ന് പറയും. ഓറിന് എന്ത് പറയും, ഓറിന് അയിര് എന്ന് പറയും. ഓക്കെ, അപ്പൊ അടുത്തത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അയിരിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുകയാണ്, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിക്കും, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് കിട്ടിയ ആളുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അവസാനമാണ് റിഫൈനിങ്. ഈ സ്റ്റെപ്പിലൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. നമ്മൾ മെറ്റലിനെ ഇംപ്യൂർ സ്റ്റേറ്റിൽ നമ്മൾ എന്താക്കുന്നു, ഇംപ്യൂർ സ്റ്റേറ്റിലുള്ള മെറ്റലിനെ നമ്മൾ പ്യൂർ സ്റ്റേറ്റിൽ എത്തിക്കുന്നു. അതാണ് ബേസിക്കലി ഇവിടെ നടക്കുന്ന ഒരു പരിപാടി. അപ്പൊ ഇതിനുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടന്നോളാം, മിനറൽസ് ആൻഡ് ഓർ. അപ്പൊ അതിനു മുമ്പ് മിനറൽസ് എന്താണ്? മിനറൽസ് അഥവാ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ മെറ്റൽസ് ഒക്കെ ഇല്ലേ, മെറ്റൽസും നോൺ മെറ്റൽസും എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ നാച്ചുറലി കാണുന്നത് മിനറൽസിന്റെ രൂപത്തിലാണ്. ഈ മിനറൽസ് എന്ന് വെച്ചാൽ എന്താ എക്സാമ്പിൾ, ഞാനിപ്പോൾ കുറച്ച് കല്ലുകളുടെ ഫോട്ടോ ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ബേസിക്കലി മിനറൽസ് എന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാടുണ്ട്. ഇപ്പം വാട്ടറിലൊക്കെയാണ്, വാട്ടറിൽ മറ്റ് സോൾട്ടും മറ്റ് മിനറൽസും മെറ്റലിൽ ഇപ്പം സിലിക്കൺ കണ്ടെയ്നിങ്ങൾ. ഇപ്പം നമ്മൾ മണലെടുത്തു, പൂഴിയൊക്കെ എടുത്തു. ഇപ്പൊ ബീച്ചിലൊക്കെ പൂഴി കാണുന്നില്ലേ, പൂഴി എന്ന് വെച്ചാൽ എന്താണ്, സിലിക്കൺ കമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട് പൂഴിയിൽ, അല്ലേ? അതുപോലെ നമ്മളിപ്പോൾ തോട്, മാർബിൾ എന്നൊക്കെ പറഞ്ഞു. മാർബിൾ എന്തിന്റെ മിനറൽസ് ഉണ്ട്? മാർബിൾ കാൽസ്യത്തിന്റെ മിനറൽസ് കാണാം. ഓക്കെ, അപ്പൊ മിനറൽസ് എന്ന് വെച്ചാൽ ഇങ്ങനെ വൈഡ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ 4 കാണിച്ചിട്ടുള്ളത് വെച്ചാൽ, ഇപ്പൊ ഒന്നാമത്തെ ഇതെന്ന് വെച്ചാൽ ഗലീന എന്ന് പറഞ്ഞ ഒരു മിനറലാണ്. അപ്പൊ ഗലീന എന്തിന്റെയാണ്? ലെഡിന്റെ ഒരു മിനറലാണ്. ഓക്കെ, ഇതിന്റെ പേര് ഗലീന എന്ന് അതിന്റെ പേര് വിളിക്കുന്നത്, ഒരു പെൺകുട്ടിയുടെ പേര് പോലെ തോന്നണ്ട. ഗലീന എന്ന് വെച്ചാൽ ലെഡ് സൾഫൈഡിനാണ് നമ്മൾ ഗലീന എന്ന് പറയുന്ന ഒരു പേരിൽ വിളിക്കുന്നത്. അത് ഗലീനയുടെ ഒരു മിനറലാണ് ഇത്, അതായത് ലെഡിന്റെ ഒരു മിനറൽ. ഇപ്പൊ അടുത്തത് കാണുന്ന ഒരു കോപ്പറിന്റെ ഒരു ഒരു മിനറലാണ്, കോപ്പർ പൈറൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു മിനറലാണ് ഇത്. മൂന്നാമത് നമ്മുടെ ഗോൾഡിന്റെ ഒരു മിനറലാണ്, അത് അയൺ പൈറൈറ്റ്സ് എന്ന് പറഞ്ഞൊരു മെറ്റൽ. അവസാനം നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് ബോക്സൈറ്റ്, അത് അലൂമിനിയത്തിന്റെ ഒരു അയിരാണ്, എന്നുവെച്ചാൽ മിനറൽസ് ആണ്. ഓക്കെ, അപ്പം ഈ മിനറൽസ് എന്ന സംഭവത്തിൽ എന്താണുള്ളത്, നമുക്ക് മെറ്റൽ കാണാൻ പറ്റുന്ന, അതായത് നാച്ചുറലായിട്ട് കാണുന്ന കുറച്ച് സ്റ്റേറ്റിനാണ് നമ്മൾ മിനറൽസ് എന്ന് പറയും. പക്ഷെ നമുക്ക് വിചാരിക്കുന്ന പോലെ ഈ മിനറൽസ് എല്ലാ മിനറൽസും ഉണ്ട്, അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ മെറ്റൽ കിട്ടണ്ടേ എന്ന് തോന്നും. ഇപ്പൊ കേരളത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾ മുമ്പേ കാൽക്കുലേഷൻ, കേരളത്തിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള തോറിയം പോലത്തെ മെറ്റൽസ് കണ്ടുവരുന്നത് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ തീരപ്രദേശങ്ങളാണ് ഈ പൂഴിയൊക്കെ ഇല്ല, ചില സമയം പല നിറത്തിലുള്ള പൂഴിയുണ്ട്, ചിലപ്പോൾ കറുത്ത നിറത്തിൽ കരിമണൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ എന്താണ്, ഈ മെറ്റൽസിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതിന്റെ നിറം മാറുന്നത്, അതിന്റെ ടെക്സ്ചർ ഒക്കെ മാറുന്നത്. എന്തുകൊണ്ടാണ്? അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റൽസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ മിനറൽസ് ബേസിക്കലി എന്താണെന്ന് മനസ്സിലായോ? മിനറൽസിനകത്ത് നമ്മൾ ഈ മെറ്റലും മറ്റു കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു സ്ഥലമാണ്. ഏതാണെന്ന് അറിയാവോ? ഇത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് വർഷം മുമ്പ് പ്രശസ്തമായിരുന്ന ഒരു ഗോൾഡ് മൈനാണിത്. ഓക്കെ, ഇതിന്റെ പേരെന്ന് വെച്ചാൽ കോളാർ ഗോൾഡ് ഫീൽഡ് ആണ്. കർണാടകയിലുള്ള കോളാർ എന്ന സ്ഥലത്തിനടുത്തുള്ള കോളാർ ഗോൾഡ് ഫീൽഡ് ആണ്. വേറൊരു എളുപ്പ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, KGF, കോളാർ ഗോൾഡ് ഫീൽഡ്. അതെ, നമ്മുടെ റോക്കി ബായുടെ ഒക്കെ സിനിമയൊക്കെ നിങ്ങൾ കണ്ടല്ലേ, റോക്കി ബായി ഒക്കെ അടിച്ചു പൊടിച്ച് ഒരു വലിയ അധോലോക നായകനൊക്കെ, ഡോണിന്റെ ഒക്കെ കഥ പറയുന്ന KGF ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ഇറങ്ങി, ചാപ്റ്റർ 3 ഇറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത കോളാർ ഗോൾഡ് ഫീൽഡ് എന്നത് KGF, ആ ഒരു മൈനിന്റെ കഥയാണ്. ആ മൈനിൽ അതിന്റെ ഒരു നായകനായിട്ട് വരുന്ന റോക്കി ബായുടെയും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആ സിനിമയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കോളാർ ഗോൾഡ് ഫീൽഡ് വെച്ചാൽ റിയൽ ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു മൈനാണ്, ഗോൾഡ് മൈൻ ചെയ്തിരുന്ന ഒരു ഒരു മൈനായിരുന്നു ഇത്. പക്ഷേ ഇതിപ്പം വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇതെന്താ കാണിക്കുന്നത്, നമ്മൾ മെറ്റൽസ്, അതായത് മിനറൽസ്, ഇതൊക്കെ നമ്മൾ മൈൻ ചെയ്തെടുക്കും മെറ്റൽസ് കിട്ടാൻ വേണ്ടി, അല്ലേ? മൈനിങ് ചെയ്തെടുക്കുന്ന സ്ഥലങ്ങളാണ് ഇതുപോലെ ഈ കോളാർ ഗോൾഡ് ഫീൽഡ് പോലെ. അതുപോലെ വേറെയും ഒരുപാട് മൈൻസ് ഉണ്ട് കേട്ടോ ഇന്ത്യയിൽ.
അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് ഈ മിനറൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷെ മിനറൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മെറ്റൽ കിട്ടുമോ? അതാണ് അടുത്ത ചോദ്യം. ഒരുപാട് മിനറൽസ് ഉണ്ട് ചുറ്റും, പക്ഷെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മെറ്റൽ കിട്ടുമോ എന്നതാണ് അടുത്ത ചോദ്യം. അപ്പം ബേസിക്കലി മിനറൽസ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാലോ. എന്താ ഡെഫിനിഷൻ? ദ മെറ്റാലിക് കമ്പൗണ്ട്സ് ജനറലി സീൻ ഇൻ ദ എർത്ത്സ് ക്രസ്റ്റ് ആർ കോൾഡ് മിനറൽസ്. എർത്ത്സ് ക്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂവൽക്കം എന്ന് മലയാളത്തിൽ പറയുന്ന ഭൂമിയുടെ, നമുക്കിങ്ങനെ ഭൂമി തട്ട് തട്ടായിട്ട് നിങ്ങൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന തട്ടാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഈ ക്രസ്റ്റിൽ കാണപ്പെടുന്ന മെറ്റാലിക് കമ്പൗണ്ട്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, മിനറൽസിന് എക്സാമ്പിൾ എന്താണ്? നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ച ഒരു ബ്രൗൺ കളറുള്ളൊരു എന്താണ് ഒരു കല്ല് കണ്ടില്ലേ? അതെന്താണ്? അത് ബോക്സൈറ്റ്. ഫോർ എക്സാമ്പിൾ Al2O3 2H2 എന്നാണ് അതിന്റെ ഫോർമുല. അതുപോലെ ക്ലേ Al2O3 2SiO2 2H2O എന്താണ്? അത് രണ്ടും അലൂമിനിയത്തിന്റെ മിനറൽസ് ആണ്. ഓക്കെ, അപ്പൊ മിനറൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മിനറൽസിൽ മെറ്റൽ ഉണ്ടോ എന്ന് വെച്ചാൽ മെറ്റൽ ഉണ്ടാവും. പക്ഷെ മെറ്റലിന്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ കണ്ടു, ഇവിടെ എന്താണ്? 2H2 ഒരു രണ്ട് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ക്ലേ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 സിലിക്കൺ ഡയോക്സൈഡും കൂടെ 2 വാട്ടർ മോളിക്യൂൾസും ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടതാണ് ഈ അലൂമിനിയം മാത്രമാണ് വേണ്ടത്. അപ്പൊ ഓക്സിജൻ ഒഴിവാക്കണം, സിലിക്കൺ ഡയോക്സൈഡ് ഒഴിവാക്കണം, അതുപോലെ വാട്ടർ മോളിക്യൂൾ. ഇതൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ആര് കിട്ടൂ? അലൂമിനിയത്തെ കിട്ടൂ. അപ്പൊ മിനറൽസ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എല്ലാ മിനറൽസിൽ നിന്നും നമുക്ക് കിട്ടാൻ കുറച്ച് എളുപ്പം. കാരണം ക്ലേയിൽ കിട്ടുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ആർക്ക് കിട്ടുന്നത്? നമുക്ക് ബോക്സൈഡിൽ നിന്ന് അലൂമിനിയത്തിന് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ മിനറൽസും നമുക്ക് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചില മിനറൽസ് നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റും, ചില മിനറൽസ് നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഏത് ടൈപ്പുള്ള മിനറൽസ് ആണ് നമുക്ക് കൂടുതൽ മെറ്റലിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പൊ അതിനുള്ള എന്തൊക്കെ വേണം? മിനറൽസിൽ മെറ്റൽസ് വേണം. എങ്ങനെ? ഹൈ അബണ്ടൻസ്, അതായത് ആവശ്യത്തിന് അമൗണ്ട് മെറ്റൽ ഉണ്ടാവും. ഇപ്പൊ ഒരു 100 ഗ്രാം നമ്മൾ എന്ത് ചെയ്തു? 100 ഗ്രാം മിനറൽ എടുത്തു. ഓക്കെ, 100 ഗ്രാം മിനറൽ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും മിനറൽ നമ്മൾ വളരെ കുറച്ച് എമൗണ്ട് മെറ്റൽസ് ഉണ്ടാവും. അപ്പൊ 100 ഗ്രാം എടുത്താൽ അതിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി, ഇമാജിൻ ചെയ്യാൻ വേണ്ടി, ഒരു 10 ഗ്രാം മെറ്റൽ ഉണ്ട്. വേറൊരു 100 ഗ്രാം മിനറൽ എടുത്തു. അതിലെത്രയാണ്? അതിലാകെ 2 ഗ്രാം മെറ്റലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഏതിനാണ് അബണ്ടൻസ് മെറ്റലിന്റെ കൂടുതൽ? ഡെഫിനറ്റ്ലി ആദ്യത്തെ കേസിലാണല്ലോ. അവിടെ എത്രയാണ്? 10 ഗ്രാം മെറ്റൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് മിനറൽ ഉപയോഗിക്കണ്ടേ? ഹൈ അബണ്ടൻസ് ഓഫ് മെറ്റൽ ഉള്ള ആ ഒരു മിനറലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്തിനീ മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ. പിന്നെ എന്തായിരിക്കണം? അത് ഈസിലി ആൻഡ് ചീപ്ലി സെപ്പറബിൾ ആയിരിക്കണം. എന്താണ് അത്? ചീപ്ലി സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അതായത് മെറ്റൽ നമ്മൾ എന്താണ്, മെറ്റലിന് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മിനറലിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ആ സെപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ ഭയങ്കര ടാസ്ക് ആണെങ്കിൽ ആ മിനറൽസ് നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? അതായത് നമുക്ക് 2 മിനറൽ ഉണ്ടെന്ന് എടുക്കാം. ഒരു മിനറലിൽ നിന്ന് നമുക്ക് മെറ്റൽസ് ഒരു 5 മണിക്കൂർ കൊണ്ട് കിട്ടും. രണ്ടാമത്തെ മിനറൽ കൊണ്ട് ഒരു മാസം വെച്ചാൽ പോലും വളരെ കുറച്ച് അമൗണ്ട് നമുക്ക് മെറ്റലിന് കിട്ടുമെങ്കിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? കാരണം നമുക്ക് സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം, ആവശ്യം മെറ്റലിനെ കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യും? അധികം സമയം എടുക്കാൻ പറ്റില്ല. സോ അപ്പോൾ എന്തായിരിക്കണം? ഈസിലി ആൻഡ് ചീപ്ലി, വളരെ പൈസ കുറഞ്ഞ നിരക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ ഹൈ അബണ്ടൻസ് പറഞ്ഞ പോലെ തന്നെ ഹൈ മെറ്റൽ കണ്ടന്റ്. ഈ ഹൈ അബണ്ടൻസിന് മെറ്റലിന്റെ അബണ്ടൻസ് മാത്രമല്ല കേട്ടോ, ആ ഒരു പർട്ടിക്കുലർ മിനറലും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വേണം. ഇപ്പൊ ക്ലേയും ബോക്സൈറ്റും എടുത്ത ക്ലേ ഒരുപാടുണ്ട്. അപ്പൊ ഹൈ അബണ്ടൻസ് ആണ് ക്ലേ. പക്ഷെ ഹൈ അബണ്ടൻസ് മാത്രം ഉണ്ടായാൽ മതിയോ? പോരാ. അതിലെന്ത് വേണം? നേരത്തെ പറഞ്ഞതുപോലെ ഹൈ മെറ്റൽ കണ്ടന്റ്. അപ്പൊ ഹൈ അബണ്ടൻസ് ഓഫ് മിനറൽ ആണ് ഇവിടെ കേട്ടോ. മെറ്റൽ അല്ല, ഹൈ അബണ്ടൻസ് ഓഫ് മിനറൽ ആണ്. അതിന്റെ കൂടെ ഹൈ മെറ്റൽ കണ്ടന്റ് കൂടിയാണ്. കുറെ ഉണ്ടായാൽ മാത്രം പോരാ. അതിൻ്റെ അകത്ത് എന്ത് വേണം? മെറ്റൽ വേണം. ഒരുപാട് എമൗണ്ട് ഉണ്ട്. ഒരുപാട് പൂഴിയുണ്ട്. പക്ഷെ നമുക്ക് സിലിക്കൺ എക്സ്ട്രാക്ട് ചെയ്യാൻ അത് ഉപയോഗിക്കാൻ പറ്റുമോ? എപ്പോഴും പറ്റണമെന്നില്ല. അതിന് വേറെ മിനറൽ നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, പിന്നെന്താണ്? ലോ മേക്കിംഗ് കോസ്റ്റ്. അതെ, ഈസിയായി ചെയ്യണം, പൈസ കുറവായിരിക്കണം, പിന്നെ അത് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ? പിന്നെന്താണ്? ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് പരമാവധി പൈസ കുറഞ്ഞേക്കാം. കാരണം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൈസ ഉണ്ട്, ഒരു ലാഭം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുമല്ലോ. നമ്മൾ മിനറലിൽ നിന്ന് മെറ്റൽ എടുക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെറ്റലിന്റെ ഐറ്റംസ് ഒക്കെ ആക്കാൻ വേണ്ടി മെറ്റൽ നമ്മൾ വിൽക്കുമല്ലോ. അപ്പൊ വിൽക്കുന്ന കിട്ടുന്ന പൈസേനെക്കാളും എന്താണ് നമുക്കൊരു ലാഭമാണ്, ഒരു വ്യത്യാസമാണല്ലോ. അപ്പൊ ലാഭം ഉണ്ടാവണം എന്ത് ചെയ്യണം? നമുക്ക് ചെറിയ കോസ്റ്റിൽ നമ്മൾ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യും. അതാണ് ലോ മേക്കിംഗ് കോസ്റ്റ്. അപ്പൊ ഏത് ടൈപ്പ് മിനറലാണ് വേണ്ടത് നമുക്ക്? അത് ഹൈ അബണ്ടൻസിൽ ഉണ്ടാവണം, ഒരുപാട് അമൗണ്ടിൽ ഉണ്ടാവും. അതായത് അതിന്റെ അബണ്ടൻസ് മാക്സിമം ഉണ്ടാവണം. അബണ്ടൻസ് ഉണ്ടായാൽ മാത്രം പോരാ, അതിൽ ഹൈ മെറ്റൽ കണ്ടന്റ് കൂടി വേണം. പിന്നെന്താണ്? ഈസിലി ആൻഡ് ചീപ്ലി സെപ്പറബിൾ. ഇത് ആ മെറ്റലിനെ ആ മിനറലിൽ നിന്ന് ഈസി ആയിട്ടും വളരെ ചീപ്പായിട്ട് സെപ്പറേറ്റ്. അതായത് എന്താണ്? ലോ മേക്കിംഗ് കോസ്റ്റ് ആയിരിക്കണം. അപ്പം ക്ലിയർ ആയല്ലോ ഏത് ടൈപ്പ് മിനറലാണ് വേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇത്തരം മിനറൽസ് ഉണ്ടല്ലോ, എ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ഈസ് എക്കണോമിക്കലി ഈസിലി ആൻഡ് ക്വിക്ലി എക്സ്ട്രാക്റ്റഡ് ഈസ് കോൾഡ് ദ ഓർ ഓഫ് ദ മെറ്റൽ. സോ ഓർ അഥവാ അയിരെന്താണ്? നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ ഒക്കെയുള്ള മിനറൽ ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർ. എന്താണ്? എക്കണോമിക്കലി ഈസിലി ആൻഡ് ക്വിക്ലി എക്സ്ട്രാക്റ്റഡ്. എന്താണ്?
പൈസ കുറവിലും വളരെ പെട്ടെന്നും വളരെ ആയാസത്തോടെയും, അതായത് ഈസി ആയിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മിനറൽ നമ്മൾ എന്ത് പറയും? ഓർ എന്ന് പറയും. അപ്പോൾ ഓർ എന്താണെന്ന് മനസ്സിലായല്ലോ? മിനറലും ഓറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇവിടെ ഒരു കാര്യം പറയാം, എല്ലാ മിനറൽസ്, ഓൾ ഓർസ് എന്താണ്? ഓൾ ഓർസ് ആർ മിനറൽസ്. അതായത് എല്ലാ ഓറും എന്താണ്? മിനറൽസ് ആണ്. പക്ഷെ എല്ലാ മിനറൽസും നമുക്ക് ഓറാക്കാൻ പറ്റും? ഇല്ല. ഏത് മിനറലാണ് നമുക്ക് ഓറാക്കാൻ വെക്കുക? എ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ഈസ് എക്കണോമിക്കലി ഈസിലി ആൻഡ് ക്വിക്ലി എക്സ്ട്രാക്ട്. ആ ഒരു പർട്ടിക്കുലർ മിനറൽ എന്താണ്? എക്കണോമിക്കലി ഈസിലി ക്വിക്ലി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പർട്ടിക്കുലർ മിനറൽ ഉണ്ടല്ലോ, അതിന് മാത്രമാണ് നമ്മൾ ഓർന്ന് പറയാം. ഓൾ ഓർ മിനറൽസ് ആണ്. ഓൾ മിനറൽസ് എന്താണ്? ഓർ മിനറൽസ് എന്താണ്? നോട്ട് ഓർസ്. എല്ലാ മിനറൽസും ഓർസ് അല്ല, പക്ഷെ എല്ലാ ഓർസും മിനറൽസ് ആണ്. അല്ലേ? സിമ്പിൾ ആയല്ലോ, മനസ്സിലായല്ലോ കാര്യം? ഓക്കെ. അപ്പൊ ഓർ എന്താണ്, മിനറൽ എന്താണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഓർസ് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഈ ചാപ്റ്ററിൽ കുറെ ഡിസ്കസ് ചെയ്യും, പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് എന്താണ് പരീക്ഷയ്ക്ക് മുന്നേ ഒരുപാട് ചോദിച്ചൊരു കാര്യമാണ്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് മുന്നേ. എന്താണ് നമുക്കിപ്പം ചേരുമ്പടി ചേർക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ ഇത്രയെങ്കിലും ഓർസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഫോർമുല നിങ്ങൾക്ക് മറന്നു പോയാലും പ്രശ്നമില്ല. ഈ ബോക്സൈറ്റിന്റെ ഫോർമുല നമ്മൾ പിന്നെ അവസാനം എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം പഠിക്കുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങളുടെ മൈൻഡിൽ എവിടെ നിന്നോളും. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അങ്ങനത്തെ ഒന്ന് ഫോർമുല നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം, എന്താണ്? അലൂമിനിയത്തിന്റെ ഒരു ഓറാണ് ബോക്സൈറ്റ്. ഓക്കെ, അലൂമിനിയം ബോക്സ് ഒക്കെ നമ്മൾ ഈ കണ്ടെയ്നർക്ക് ഓർമ്മയില്ല. അപ്പോൾ അലൂമിനിയം ബോക്സ് എന്ന് ഓർമ്മിച്ച ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ ആണെന്ന് നമുക്ക് ഓർമ്മിക്കാം. എന്താണ് ഫോർമുല? Al2O3 2H2. അലൂമിനിയം ഓക്സൈഡ് ആണ് Al2O3 2H2. പിന്നെ അയറന്റെ എന്താണ്? അയറൻ നമുക്കറിയാം എന്താണ്? ഇരുമ്പ് എപ്പോഴും മാഗ്നറ്റ്, അതായത് നമ്മൾ മാഗ്നറ്റ്, ഇരുമ്പ്, കാന്തം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇരുമ്പാണല്ലോ നമ്മുടെ മൈൻഡ് ആദ്യം വരും. അപ്പൊ എന്താണ്? ഇരുമ്പിന്റെ പേര് മാഗ്നറ്റൈറ്റ്. മാഗ്നറ്റ് എന്ന് പറഞ്ഞ പേരിലുണ്ടോ? അപ്പൊ ആരായിരിക്കും? അത് ഇരുമ്പിന്റെ സിമ്പിളായി ഓർമ്മിക്കാലോ, ഓർമ്മിക്കാം, Fe3O4. ഇനി ഹീമറ്റൈറ്റ്, ഹീമറ്റൈറ്റ് എന്നൊക്കെ പറയാം. ഹീമറ്റൈറ്റ് എന്താണ്? അതും അയൺ ഓറാണ്. അതെങ്ങനെ ഓർമ്മിക്കാം? നിങ്ങൾ ഹീമോഗ്ലോബിൻ കേട്ടിട്ടുണ്ടോ? ബയോളജി പഠിക്കുന്നത് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ പഠനം എപ്പോഴാണ് നമ്മുടെ മൈൻഡിൽ ഈ ന്യൂറൽ കണക്ഷൻ എന്നൊക്കെ പറയും. നമ്മൾ എന്ത് പഠിക്കുമ്പോൾ തമ്മിൽ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ന്യൂറോ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻഫർമേഷൻ നമ്മുടെ മൈൻഡിൽ നന്നായിട്ട് നിൽക്കും. അപ്പൊ നമ്മളിപ്പോൾ ഹീമറ്റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യണം. ഹീം എന്ന് പറഞ്ഞ പേര് എവിടെയാണ് മുന്നേ കേട്ടിട്ടില്ലെന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക. എവിടെയാണ് കേട്ടത്? അതെ, നമ്മൾ ഹീമോഗ്ലോബിൻ എന്നൊരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്താണ്? ബ്ലഡിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. അതായത് ഒരു 4 സെറ്റ് ഓഫ് മോളിക്യൂളൊക്കെ ചെയ്തിട്ട് വലിയൊരു സ്കഫോൾഡ് ഒക്കെ സാധനമാണ്. അതിന്റെ നടുവിൽ ഹീമോഗ്ലോബിനിലുള്ള മെറ്റൽ ആരാണ്? അതിൽ അയറൺ ആണ്. ഹീമോഗ്ലോബിനിലുള്ള മെറ്റൽ ആരാണ്? അയറൺ, അഥവാ Fe ഫെറം നമ്മൾ പറയുന്നത്, Fe ചുരുക്കി പറയുന്നത്. അപ്പോൾ അയറൺ ആണ് എവിടെയുള്ളത്? ഹീമോഗ്ലോബിൻ. ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുള്ള മെറ്റൽ നമ്മൾ എന്താ പറയുന്നത്? അയറൺ. അപ്പൊ ഹീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ആരെ പേര് വരണം? ഹീം. അപ്പൊ എന്തോ ഇരുമ്പുമായി റിലേറ്റഡാ. അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹീമോഫീലിയ. കേട്ടിട്ടില്ലേ? ഇരുമ്പിന്റെ ഒരു കുറവ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഹീമോഫീലിയ, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താണ്? ഹീം എന്ന് പറഞ്ഞ അയറൺ ആയിട്ട് റിലേറ്റ്. അപ്പൊ ഹീമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയണിന്റെ എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലല്ലോ. കോപ്പറിന്റെ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. എന്താണ്? കോപ്പർ പേര് അതിൽ തന്നെ ഉണ്ട്. കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും. ഓക്കെ, ഇതിന്റെ ഫോർമുല ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് ചെയ്യാം. ഹേമറ്റൈറ്റ് എന്താണ്? Fe2O3. മാഗ്നറ്റൈറ്റ് എന്ന് വെച്ചാൽ Fe3O4. ഓക്കെ, കോപ്പർ പൈറൈറ്റ്സ് എന്താണ്? പൈറൈറ്റ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് വെച്ചാൽ, പൈറൈറ്റ് എന്ന് വെച്ചാൽ അതിൽ അയറൺ ഉണ്ടാവും, അതുപോലെ മിക്കവാറും സൾഫർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പൈറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ കോപ്പർ പൈറൈറ്റ്സ് എന്താണ്? അതിൽ കോപ്പർ, അയറൺ, സൾഫർ. ഓക്കെ, CuFeS2. കുപ്രൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കുപ്രൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? Cu2, ഒരു ഓക്സൈഡ് ആണ്. ഓക്കെ, അത് രണ്ടും കോപ്പർ കുപ്രൈറ്റ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാ കോപ്പർ ആണെന്ന് താനേ വന്നോളൂ. അപ്പൊ അത് നിങ്ങൾ ഓർമ്മിക്കണ്ട. പിന്നെ ഓർമ്മിക്കേണ്ടതും വളരെ 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 മുന്നേ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 2021 ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. സിങ്കിന്റെ 2 അയിരുകളുണ്ട്, സിങ്ക് ബ്ലെൻഡും അതുപോലെ കലാമിനും. കലാമിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ലാക്ടോ കലാമിൻ ലോഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്കിന്നിലൊക്കെ ഈ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തടവുന്ന ഒരു ലോഷനാണ് ലാക്ടോ കലാമിൻ എന്ന് പറയുന്നത്. ഗുക്കുരുവിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലോഷനാണ് ലാക്ടോ കലാമിൻ. അപ്പൊ ലാക്ടോ കലാമിനുള്ള ഒരു കണ്ടന്റ് ആണ് സിങ്ക് ഓക്സൈഡും അതുപോലെ സിങ്കിന്റെ മറ്റു റിലേറ്റഡ് ആയിട്ട് സിങ്ക് ഓക്സൈഡും സിങ്ക് കാർബണേറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിലുള്ള അതിന് കലാമിൻ എന്ന് പറഞ്ഞ പേര് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഓക്കെ, കലാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ടോ കലാമിൻ നമ്മുടെ കയ്യിലൊക്കെ തേക്കുന്ന സിങ്കിന്റെ ഒരു സാധനമാണെന്ന് ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, സിങ്ക് ഓക്സൈഡിന്റെ കളർ എന്താണ്? വെളുത്ത നിറമാണ്. നമ്മുടെ പൗഡറിലൊക്കെ കുറച്ച് അമൗണ്ട് ഈ സിങ്ക് ഓക്സൈഡ് ഒക്കെ ഉണ്ടാവും. അപ്പൊ സിങ്ക് റിലേറ്റഡ് സാധനം കലാമിൻ എന്താണ്? നമ്മളെ കലയൊക്കെ മാറ്റുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ സിങ്ക് അങ്ങനെ ഓർമ്മിച്ചാൽ മതി. സിങ്ക് ആവും അല്ലെ? കലയൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മളെന്താവും? നമ്മളെ ബോഡിയായിട്ടൊരു സിങ്ക് ആവുമല്ലോ. അപ്പൊ സിങ്കിന്റെ ഒരു സാധനമാണ് കലാമിൻ എന്ന് ഓർമ്മിക്കുക. സിങ്ക് കാർബണേറ്റ്, Zn
CO3 ആണ് അതിന്റെ ഫോർമുല. സിങ്ക് ബ്ലെൻഡിന്റെ എന്താണ്? ZnS. സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബ്ലെൻഡ്. ബ്ലെൻഡ് എന്ന് കേൾക്കുമ്പോൾ നല്ല സൂപ്പർ ഫാഷൻ പേര് പോലൊക്കെ തോന്നും. ഓക്കെ, സിങ്ക് ബ്ലെൻഡ് എന്ന് വെച്ചാൽ സിങ്ക് സൾഫൈഡ് ആണ്. അപ്പൊ പഠിച്ചല്ലോ, അലൂമിനിയത്തിന്റെ ബോക്സിലാണ് അലൂമിനിയം ബോക്സൈറ്റ്. അയറന്റെ ഹേമറ്റൈറ്റ്, ഹീമോഗ്ലോബിനൊക്കെ ഹീമോഫീലിയൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ ഹേമറ്റൈറ്റ് Fe2O3. മാഗ്നറ്റ്, അതാണ് മാഗ്നറ്റിനൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഇരുമ്പിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാഗ്നറ്റൈറ്റ് അയണ്ടാണ് നമുക്ക് ഓർമ്മിക്കാം. കോപ്പറിന്റെ പേര് തന്നെ കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും ഉണ്ട് അല്ലെ. പിന്നെ സിങ്കിന്റെ എന്താണ്? സിങ്ക് ഒക്കെ നമ്മൾ തേച്ച ഒരു സിങ്ക് ആവും അല്ലെ, നമ്മൾ കലയൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പൊ എന്താണ്? കലാമിനും സിങ്ക് ബ്ലെൻഡും എന്തിനാണ്? സിങ്കിന്റെ ഓർസ് ആണ്. ഫോർമുല ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചു. സിങ്ക് ബ്ലെൻഡിന്റെ സിങ്ക് സൾഫൈഡും കലാമിന്റെ ZnCO3, അതായത് സിങ്ക് കാർബണേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഓർസും മെറ്റൽസും, ഈ ഓർസ് എങ്കിലും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഓർസ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് എന്താണ്? ഇനി നമുക്ക് നമ്മളെ കാര്യമായ പരിപാടിയിലേക്ക് കടക്കാം. ഇത് 12ാം ക്ലാസ്സിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ചാപ്റ്ററിൽ മുന്നേ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ അത് ക്യാൻസൽ ചെയ്ത ടോപ്പിക് മെറ്റലർജി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാനുണ്ട്. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ സമയത്ത് പഠിക്കും. പക്ഷെ അത് ഒഴിവാക്കി, നിങ്ങൾ അതൊന്നും വിഷമിക്കേണ്ട, നമ്മൾ ഈ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ മെറ്റലിന്റെ എന്താണ്, നമ്മൾ അതിന്റെ മിനറൽ നമ്മൾ മാറ്റി ഓർ എടുത്തു. മിനറലിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഓർ എടുത്തു. ഇനി ഓറിലാണ് മെറ്റൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്താണ് മെറ്റലർജി എന്ന ടോപ്പിക്കിന്റെ ഒരു മെറ്റലർജി ഇൻവോൾവ്സ് all the processes leading to the separation of a pure metal from its ore. അപ്പോൾ ഓറിൽ ഇംപ്യൂർ മെറ്റൽ ആണെന്ന് അവിടെ തന്നെ പറയാതെ പറയുന്നുണ്ട്. എന്താണ്? മെറ്റലർജി ഇൻവോൾവ്സ് ഓൾ ദ പ്രോസസ്, എല്ലാ പ്രോസസ്സും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് ഒരു സെറ്റപ്പ് ഉണ്ട്, ആ ഒരു അസംബ്ലി ഓഫ് പ്രോസസ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ പറയുന്നത് മെറ്റലർജി. അപ്പൊ മെറ്റലർജി നമ്മളിപ്പോൾ എന്താണ് ഒരു സ്റ്റഡി ഫീൽഡൊക്കെ പറയുന്നില്ലേ, ഇപ്പൊ ഇക്കോളജി അല്ലെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ജിയോളജി, എക്കണോമിക്സ് ഒക്കെ പറയുന്ന പോലെ മെറ്റലർജി എന്ന് വെച്ചാൽ ഒരു ഫീൽഡാണ്. അപ്പൊ ആ ഫീൽഡിൽ എന്താണ്? അത് ഈ പ്രോസസ്സുകളൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വലിയൊരു ഫീൽഡാണ് മെറ്റലർജി. നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു മെത്തേഡ്സ് മാത്രം, ഇവിടെ പല എലമെന്റ്സിനും പല മെറ്റൽസിനും പല സ്റ്റെപ്സും പല പ്രോസസ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ ജനറലി ഇതാണ് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഔട്ട്ലൈൻ എന്താ നമുക്ക് പഠിക്കാലോ? 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. മെയിൻ ആയിട്ടുള്ള 3 സ്റ്റെപ്സ് ആണ്. ഓക്കെ, എന്താണ്? ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്, രണ്ടാമത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, പിന്നെ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അപ്പോൾ 3 സ്റ്റെപ്സ് ആണ്. സെപ്പറേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോയിലെ വളരെ പ്രധാനപ്പെട്ട സിംഗിൾ 3 സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ആദ്യം ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതിലുള്ള പരമാവധി ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കുറച്ചിട്ട് നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെ. അതിന്റെ അമൗണ്ട് കുറച്ചുകൂടി സ്പെസിഫിക് ആക്കും അല്ലെ. ഇപ്പം 1 ലിറ്ററിൽ 5 ഗ്രാം എന്നുള്ളത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്ത് പറയും? അത് കുറച്ചുകൂടി കൊടുക്കുക. ലിറ്റർ, അതായത് വെള്ളം കുറച്ചുകൂടി ബാഷ്പീകരിക്കുക. നമുക്ക് എന്തുണ്ടാവും? അപ്പം 500 ലിറ്ററിൽ 5 ഗ്രാം എന്ന് പറയുന്നതാണോ 100 ലിറ്ററിൽ 5 ഗ്രാം എന്ന് പറയുന്നത് കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ്. ആ ചെറിയ അമൗണ്ടിലുള്ള ആ ഒരു എന്താണ് അതിന്റെ മാസാണ് നമ്മൾ എന്താ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആണെന്ന് പറയാം. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഓർ അതിന്റെ ഇമ്പ്യൂരിറ്റീസ് കുറഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി പ്യുവർ ഫോമിലേക്ക് നമ്മൾ എത്തിക്കും. രണ്ടാമത് ആ പ്യുവർ ഫോമിൽ പിന്നെയും നമ്മൾ അതിൻ്റെ അത് മെറ്റൽ എടുക്കും. പിന്നെ മെറ്റൽ എടുക്കുന്ന സ്റ്റേജ് ആണ്. നമ്മൾ പ്യുവർ ആക്കി പിന്നെ അതിൽ നിന്ന് മെറ്റൽ എടുക്കുന്നതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. ബട്ട് സ്റ്റിൽ ഈ ഫൈനൽ എത്തിയ മെറ്റൽ കൂടി കംപ്ലീറ്റ്ലി പ്യുവർ അല്ല. അപ്പൊ അവസാനം ഒന്നുകൂടി അതിനെ പ്യുവർ ആക്കുന്നതാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി കോൺസെൻട്രേഷൻ ഓഫ് ഓർസിലാണ് നമ്മൾ ക്ലീനിങ്ങും മറ്റു പരിപാടിയൊക്കെ നടത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരു പ്യുവർ സ്റ്റേജിൽ നമ്മൾ മെറ്റലിന്റെ ഓറിനെ എത്തിക്കുന്നത്. ഓറിനെ പ്യുവർ ആക്കുക ചെയ്യുന്നത്. ഓറിൽ നിന്ന് മെറ്റലിനെ നമ്മൾ എപ്പോൾ കിട്ടും? എക്സ്ട്രാക്ഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് മെറ്റലിനെ കിട്ടും. പക്ഷേ ഈ മെറ്റൽ പ്യുവർ ആണോ? അല്ല. പിന്നെ അവസാനം റിഫൈൻ ചെയ്യും. ഇത് നിങ്ങൾക്ക് എവിടെയാണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. M4 Tech എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്. ഈ M4 Techന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഇപ്പം കല്യാണം കുറച്ച് കാലം മുമ്പ് കഴിഞ്ഞായിരുന്നു. അപ്പൊ കല്യാണത്തിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് മിന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നറിയോ? ഒരുപാട് പഴയ വർഷങ്ങളോളം ആയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച സെമി കണ്ടക്ടേഴ്സും പിന്നെന്താണ് നമ്മളെ മൈക്രോ പ്രോസറിൽ കമ്പ്യൂട്ടറിന്റെ ചിപ്പും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ, റാം, ചിപ്പ്, അതൊക്കെ പുള്ളിക്കാരൻ സെലക്ട് ചെയ്ത് വെച്ചു. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ റാമും ചിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു ചെറിയ അമൗണ്ട് ഗോൾഡ് കൂടി ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഗോൾഡ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു കമ്പോണൻസ് എടുത്ത് വെച്ചത്. അപ്പം പുള്ളിക്കാരൻ ആദ്യം ചെയ്തത് അതിനൊക്കെ കഴുകി വൃത്തിയാക്കി. അതാണ് നമ്മൾ ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ്. ഓറല്ല കേട്ടോ പുള്ളിക്കാരൻ എടുത്ത റാമും പ്രൊസസ്സറൊക്കെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ മെറ്റൽ ഉള്ള ഒരു സാധനം പുള്ളിക്കാരൻ എടുത്തു. പിന്നെ എന്ത് ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ കുറെ കെമിക്കലൊക്കെ വെച്ചു, കുറച്ച് ദിവസമൊക്കെ അതങ്ങനെ സെറ്റാക്കാൻ വെച്ചു, അതിന് ഇമ്പ്യൂരിറ്റീസ് കളഞ്ഞു, കഴുകി വൃത്തിയാക്കണം. നിങ്ങൾ കണ്ടായിരുന്നു കുറെ അഴുക്കൊക്കെ പോകുന്ന ഒരു വീഡിയോ ആണ്. പറ്റുമെങ്കിൽ നിങ്ങൾ അതൊന്ന് കാണുക, നല്ല രസമുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അവസാനം പുള്ളിക്കാരൻ ചെറിയൊരു എമൗണ്ട്, അത് കിലോ കണക്കിനാണ് പുള്ളിക്കാരൻ മൈക്രോ പ്രോസസ്സറും പിന്നെന്താണ് ഈ ചിപ്പുകളൊക്കെ എടുത്തത്. പക്ഷെ അതിൽ നിന്ന് എത്രയാണ്? വളരെ മൈന്യൂട്ട് അമൗണ്ട്, എത്ര 5 ഗ്രാം അതിലും ആ ഒരു അമൗണ്ട് സംതിങ് ആണ് പുള്ളിക്കാരന് കിട്ടിയത്. 5-6 ഗ്രാം, അതിന് എക്സാക്ട്ലി ഓർമ്മയില്ല, അത്രയും ചെറിയ അമൗണ്ട് ആണ് കിട്ടിയത്. ഇതിൽ നിന്നാണ് പുള്ളിക്കാരൻ വൈഫിന് വേണ്ടി മിന്നുണ്ടാക്കിയത്. അപ്പോൾ ഇതേ ഒരു പ്രോസസ്സാണ് നമ്മൾ എല്ലാ മെറ്റൽസിനും ഉപയോഗിക്കുക. ഗോൾഡിന്റെ മാത്രമല്ല എല്ലാ മെറ്റൽസിനും ഇതുപോലെ സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഓറിനെ ഒരു ക്ലീൻ ആയിട്ടുള്ള സ്റ്റേറ്റിൽ എത്തുക. ഇനി ഓറിൽ നിന്ന് നമ്മൾ മെറ്റൽ എടുക്കും, അതാണ് എക്സ്ട്രാക്ഷൻ എടുക്കുന്നത്.
പക്ഷെ എപ്പോഴും പ്യൂർ അല്ല. അതിനൊന്നുകൂടി പ്യൂർ ആക്കാൻ വേണ്ടി റിഫൈനിങ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ 3 സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം എന്താണ്. ആദ്യത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഞാൻ പറഞ്ഞു സാധാരണ ഒരു ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സ് പോകേണ്ടത് നമ്മൾ കഴുകി വൃത്തിയാക്കുമെന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. അതായത് നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കി കളയാൻ പറ്റിയ അഴുക്കുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഈ നന്നായിട്ട് അഴുക്ക് പിടിച്ച ഒരു കല്ല്, നന്നായി അഴുക്ക് എന്ന് വെച്ചാൽ ഒരു 1.5 അഴുക്ക് പിടിച്ചെന്ന് വെച്ചാൽ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സമയം അതിനെ വെള്ളത്തിലിട്ട് വെച്ചാൽ, അല്ലെങ്കിൽ ചൂട് വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ അതിലെ കുറേ അഴുക്കുകളൊക്കെ പോകും. ഇനി കുറച്ചുകൂടി പോകാൻ എന്ത് ചെയ്യും? നമ്മൾ നന്നായിട്ട് വെള്ളം ഇപ്പോൾ പൈപ്പിന്റെ കീഴിലൊക്കെ വെച്ചിട്ട് ബ്രഷ് കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പോകും. ഇനി കുറച്ച് സോപ്പും കൂടി ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലീൻ ആവും. അങ്ങനെ പല പല ലെവൽ കഴിയുമ്പോൾ അവസാനം നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു കല്ല് കിട്ടും. പക്ഷെ ഇപ്പോഴും കല്ല് ക്ലീൻ ആണോ എന്ന് വെച്ചാൽ കല്ലിനുള്ളിൽ പിന്നെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, പക്ഷെ അതിന്റെ ഉള്ളിലാണ്. പുറമേയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കി. അതേ ഒരു സംഭവം കോൺസെൻട്രേഷൻ. നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ചിത്രമാണ് പോകേണ്ടത്. സോ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്താണ്? ദ പ്രോസസ് ഓഫ് റിമൂവിംഗ് ദ ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ ഓ ഒബ്റ്റൈൻഡ് ഫ്രം ദ എർത്ത്സ് ക്രസ്റ്റ്. നേരെ നമ്മൾ എടുത്തൊരു ക്രസ്റ്റിന് എടുത്ത് ഈസ് ടേംഡ് ആസ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓ. അപ്പൊ എന്താണ്? ഈ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഗ്യാങ്. ഇത് ഗ്യാങ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ ഗാങ്സ്റ്റർ എന്നുള്ള ആ ഒരു ഗ്യാങ് ആയിട്ട് എടുക്കുന്നത്. സ്പെല്ലിംഗ് തന്നെ വ്യത്യാസമാണ്. GANGU, ഗാംഗു എന്നുള്ളൊരു സ്പെല്ലിംഗ് ആണ്. അപ്പൊ ഗ്യാങ് നമ്മൾ പറയുന്നത് പ്രൊനൗൺസിയേഷൻ ഗ്യാങ് എന്നാണെങ്കിലും GANGUE എന്നാണ് ഇമ്പ്യൂരിറ്റീസിനെ പറയാം. അപ്പൊ ഈ മെറ്റലർജി പ്രോസസ്സിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിൽ എപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മളിങ്ങനെ മൈൻഡിൽ എന്താണ് പറയുന്നത്? അത് നമ്മൾ ഗ്യാങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നത് എവിടുന്ന്? നമ്മൾ ഈ ഓറിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇമ്പ്യൂരിറ്റീസ് എന്ന് വെച്ചാൽ എന്ത് ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ്? ചിലപ്പോൾ മുതൽ റോക്ക് മെറ്റീരിയൽസ്, അതായത് ഈ കല്ലിന്റെ കഷ്ണങ്ങളും, പിന്നെ ഡസ്റ്റ്, പൊടി, അതുപോലെ പൂഴി, സോയിൽ, വേറെ മണ്ണ്, സാൻഡ്, അതുപോലെ ഏർത്തി പാർട്ടികൾ, ഭൂമിയിൽ കാണുന്ന മറ്റ് എന്താ പറയുക ഈ ഇലകളും പഴയ ഉണങ്ങിയ കഷ്ണങ്ങളും മറ്റേ മരച്ചിലയുടെ കഷ്ണങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ലൈം സ്റ്റോൺ, എന്താണ് കാൽസ്യം കാർബണേറ്റും കാൽസ്യം ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത്, കക്ക എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലത്തെ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ പൊടി പോലെയായിട്ട് അതിന്റെ മുകളിലൊക്കെ ഉണ്ടാവും. പിന്നെ മൈക്ക എന്ന് പറയുന്നത് അതുപോലെ എന്താണ് ഒരു മിനറലാണ്. അപ്പൊ അതുകൂടി എന്താണ് ഇതിലിങ്ങനെ പറ്റിപ്പിടിച്ചൊക്കെ നിൽക്കുന്നത്, അതിനൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. അതായത് ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് ഇമ്പ്യൂരിറ്റീസ് എന്ന് നമ്മൾ കോൺസെൻട്രേഷൻ സ്റ്റെപ്പിൽ കാണുന്നത്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ഓർ എന്ന് പറഞ്ഞത് വെറും ഒറ്റയൊടിക്ക് വെറുതെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിനും പല പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ 4 മെത്തേഡ്സ് ആണ് ഇവിടെ പഠിക്കുന്നത്. എന്താണ്? ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. ഈ ഹൈഡ്ര എന്നൊക്കെ വന്ന് നിങ്ങളുടെ അതിന്റെ അർത്ഥം എന്താണ്? അതെങ്ങനെയെങ്കിലും വാട്ടർ റിലേറ്റഡ് ആണ്. ഇപ്പൊ ഹൈഡ്രോജൻ എന്താണ്? ഹൈഡ്രോ എന്ന് വെച്ചാൽ വാട്ടർ, ജെൻ എന്ന് വെച്ചാൽ ജനറസ്, ജനറേറ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പൊ ഹൈഡ്രോജൻ എന്ന് വെച്ചാൽ വാട്ടർ ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഹൈഡ്രജൻ. അങ്ങനെയാണ് ഹൈഡ്രജൻ അല്ലെ. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നൊക്കെ നിങ്ങൾ വെള്ളത്തിൽ മറ്റേ പ്രഷർ ഉപയോഗിച്ചിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റും അതുപോലെ പൊക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പൊ ഹൈഡ്രോളിക് എന്ന് പറയുന്നത് വാട്ടർ റിലേറ്റഡ് ആണെന്ന് അവിടെ ഓർമ്മിക്കുക. ലെവിഗേഷൻ അതിന്റെ വേറൊരു പേരാണ്. ഫ്ലോട്ടേഷൻ എന്ന് വെച്ചാൽ പത, ഫ്ലോട്ടേഷൻ എന്ന് വെച്ചാൽ പൊങ്ങി നിൽക്കുക. അപ്പൊ പത പൊങ്ങുന്നത് എന്തോ റിലേറ്റഡ് ആണ്. മാഗ്നറ്റിക് സെപ്പറേഷൻ, മാഗ്നറ്റിക് എന്ന് വെച്ചാൽ കാന്തികമായിട്ടുള്ള ഇതാണ്. സെപ്പറേറ്റ് എന്ന് വെച്ചാൽ വേർതിരിക്കുക. കാന്തികമായിട്ടുള്ള വേർതിരിപ്പിന് നമ്മൾ എന്താ പറയാ? എന്തോ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിന് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ലീച്ചിങ്, ഇത് മാത്രമായിരിക്കും നിങ്ങൾ പുതുതായിട്ട് കേൾക്കാൻ പോകുന്ന സാധനം. ലീച്ചിങ് എന്താണ്? അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇനി പറഞ്ഞു തുടങ്ങിയാലോ? അതെ. അപ്പൊ ലെവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ് സിമ്പിൾ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട്, അതായത് ഇതിന്റെ ചിത്രവും കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയുന്നത്, സിമ്പിൾ ആയിട്ട് ആലോചിക്കുക എന്താണ്? വെള്ളം വെച്ചിട്ട് കഴുകുക. നല്ല സ്പീഡിൽ പൈപ്പ് ഓൺ ആക്കിയിട്ട് അതിന്റെ താഴെ വെച്ചിട്ട് ഒരു കല്ല് കഴുകുന്നതായിട്ട് ഓർമ്മിച്ചായി. അത് തന്നെയാണ് ഹൈഡ്രോളിക് വാഷിംഗ്. പിന്നെ ലെവിഗേഷൻ, പക്ഷെ ഇവിടെ നമ്മൾ ഓറായതുകൊണ്ട് കല്ലല്ലോ, കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ട് ലെവിഗേഷൻ എന്ന് കൂടി പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ലെവിഗേഷൻ നടത്തണമെങ്കിൽ എന്താ വേണ്ടത്? അഴുക്ക് നല്ല കനവും കട്ടിയുള്ള അഴുക്കാണെങ്കിൽ നമ്മൾ വെറുതെ വെള്ളം കൊണ്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും പോവില്ല. അപ്പൊ ഇവിടെ കണ്ടീഷൻ എന്താണ്? വെൻ ദ ഇംപ്യൂരിറ്റീസ് ആർ ലൈറ്റർ ആൻഡ് ദ ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ, ദ ലൈറ്റർ ഇംപ്യൂരിറ്റീസ് ആർ റിമൂവ്ഡ് ബൈ വാഷിംഗ് ഇൻ എ കറണ്ട് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ ഒഴുക്കിൽ വെച്ച് കഴിഞ്ഞാൽ കനം കുറഞ്ഞ അതിന്റെ മുകളിൽ ഇംപ്യൂരിറ്റീസ് അഥവാ എന്താണ് ഗ്യാങ് സെപ്പറേറ്റ് ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ്. അപ്പൊ ഇവിടെ എന്താണ് ലൈറ്റർ ഇംപ്യൂരിറ്റീസ്? അതായത് ഡെൻസിറ്റി കുറഞ്ഞ ഇംപ്യൂരിറ്റീസ്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സാന്ദ്രത അല്ലെ. സാന്ദ്രത കുറഞ്ഞ ഇംപ്യൂരിറ്റീസ്. പിന്നെ എന്തിനാണ് സാന്ദ്രത കൂടുതൽ? സാന്ദ്രത കുറഞ്ഞ ഇംപ്യൂരിറ്റിയും സാന്ദ്രത കൂടിയ ഓറും. എന്താണ് നമ്മൾ കനം, സാന്ദ്രത എന്ന് പറഞ്ഞാൽ പൊങ്ങി നിൽക്കും. സാന്ദ്രത കുറഞ്ഞ വെള്ളത്തിൽ ഇപ്പം ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഐസ് ക്യൂബിന് സാന്ദ്രത കുറവ്, അത് ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഐസ് ക്യൂബ്സ് വെള്ളത്തിൽ പൊങ്ങി നിൽക്കും. അപ്പൊ എന്താണ് മനസ്സിലാക്കുക? സാന്ദ്രത കുറഞ്ഞ, അതായത് കനം കുറഞ്ഞ എന്താണ് അഴുക്കുകൾ, ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. അതിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ലെവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ് ഉപയോഗിക്കുന്നത്. ഏതിനാണ് ഇത് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ ഓക്സൈഡ് ഓർസ് ആൻഡ് ഗോൾഡ് ഓർസ്. അതായത് സ്വർണത്തിന്റെ ഒക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. സ്വർണം നമുക്ക് സ്വർണ്ണമാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, ഫുൾ അഴുക്ക് പിടിച്ചിട്ട് ഇടക്കൊക്കെ വല്ല മഞ്ഞ തുടുപ്പോ മറ്റതോ കാണും. അപ്പൊ ഇതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണമല്ലോ. അപ്പൊ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നിങ്ങൾ ആ ഒരു സ്വർണത്തിന്റെ സാധനം ക്ലീൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക?
വെള്ളത്തിലിട്ട് കഴുകിയാൽ തന്നെ ഒരുപാട് അഴുക്കുകളൊക്കെ പോകുമല്ലോ. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഓക്സൈഡ് ഓർസ് എന്താണ്? ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ഓർസ് കേട്ടോ, അല്ലാണ്ട് ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്യാനല്ല. ഇപ്പം അയറൺ ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതാണ് ഓക്സൈഡ് ഓർസ്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ നിങ്ങൾക്ക് ചോദിക്കുവാണ്, സിങ്ക് ഓക്സൈഡിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കോപ്പർ ഓക്സൈഡിനെ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ഇതിനൊക്കെ എന്താണ്? അപ്പോൾ ഓക്സൈഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഓക്സൈഡ് ഓർസിന് വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുക? നമ്മൾ ലെവിഗേഷൻ ആണ് കോൺസെൻട്രേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഇനി ഈ പ്രോസസ്സ് എങ്ങനെയാണ് ഈ ഒറിജിനൽ മെറ്റൽ, അതായത് നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ എവിടെയാണ് ഈ ഫാക്ടറിയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെ. എന്താ ചെയ്യാന്ന് വെച്ചാൽ മുകളിലൂടെ ഒരു ചെറിയൊരു ഫണലിലൂടെ നമ്മുടെ ഓർ, അതായത് ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓർ മൊത്തത്തിൽ അതിലൂടെ അങ്ങിടും. ഇതിലെന്താണ്? ഇതിൽ ഫുള്ള് നമ്മുടെ വാട്ടറാണ്. വാട്ടർ എവിടുന്ന വരുന്നത്? താഴെ നിന്ന് നല്ല ഫോഴ്സിൽ, നല്ല ഫോഴ്സ് വെച്ചാൽ മുകളിലോട്ട് നല്ലൊരു ഫൗണ്ടൻ പോലെ നല്ല ഫോഴ്സിൽ വെള്ളം ഒഴുക്കുകയാണ്. അപ്പൊ വെള്ളം മുകളിലോട്ട് വരുമ്പോൾ എന്താ, ഇവിടുന്ന് താഴോട്ടേക്ക് നമ്മൾ ഓർസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണേ. അപ്പൊ എന്ത് ചെയ്യും? നല്ല ശക്തിയുള്ള ഫ്ലോയിലുള്ള വാട്ടർ മുകളിലോട്ട് അടിക്കുക. അപ്പൊ താഴോട്ട് വരുന്ന ഓർസ് എന്താണ്? ഈ ഒരു ശക്തിയിൽ ഓർസിൽ ഉണ്ടായിരുന്ന കനം കുറഞ്ഞ ആൾക്കാർക്ക് തെറിച്ചു പോകുമല്ലോ. തെറിച്ചു പോയിട്ട് അവർ ഈ വാട്ടറിൽ കുറച്ച് സസ്പെൻഡ് ആയിട്ട് നിൽക്കും. കനം കൂടിയ ആൾക്കാർ എന്ത് ചെയ്യും? വെള്ളം വന്നോട്ടെ, ആ അടിയട നമ്മൾ സിനിമയിലെ കണ്ടില്ലേ, നിങ്ങൾ നീലാകാശം പച്ചക്കുളം ചുവന്ന ഭൂമി എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അതിലൊരു സീനുണ്ട്, നമ്മുടെ ദുൽഖർ സൽമാൻ ഇങ്ങനെ മറ്റേ ഈ പോലീസുകാർ മറ്റേ വാട്ടർ ഗൺ അടിക്കുമ്പം അതിന്റെ മുന്നിൽ കയറി ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ എന്താണ്? കനം കൂടിയ ഓർസൊക്കെ അതുപോലെ കനം കൂടിയ ഓർസ് എന്ത് ചെയ്യും? വാട്ടർ വന്നടിച്ചോ എന്നൊക്കെ പറയും. ഇവരെന്ത് ചെയ്യും? അടിയിൽ നല്ല സുഖമായിട്ട് പോയി സെപ്പറേറ്റ് ചെയ്തിട്ട് താഴെ വരും കേട്ടോ. കോൺസെൻട്രേറ്റഡ് ഓറായിട്ട് അവരെവിടെ വരും? അവർ താഴെ വരും. കനം കുറഞ്ഞ ആൾക്കാർ ഈ ഫ്ലോയിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഈ വെള്ളത്തിൽ മുഴുവൻ സസ്പെൻഡ് ആയിട്ട് അവിടെ നിൽക്കും. സസ്പെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ താഴോട്ട് പോവാതെ അവിടെ സസ്പെൻഡ് ആയി നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഹോളിന്റെ ഉള്ളിലൂടെ ആ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പുറത്തു പോകും. സിമ്പിൾ ആണല്ലോ. നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് വെള്ളം കളയുന്നു, താഴെ നിന്ന് വെള്ളം കളയുന്നു. അപ്പൊ എന്താണ്? കനം കൂടിയ ആൾക്കാരൊക്കെ താഴെ വരും, ഡെൻസിറ്റി കൂടിയ ആൾക്കാർ താഴെ വരും. അത് കോൺസെൻട്രേറ്റഡ് ആയി താഴെ കിടക്കും. കനം കുറഞ്ഞ ആൾക്കാർ മുകളിലൂടെ ഒരു ഗ്യാപ്പിലൂടെ ഗ്യാങ് വഴി പുറത്തോട്ട് പോകും. അപ്പൊ മനസ്സിലായാലോ ലെവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആ, വെള്ളം കൊണ്ട് കഴുകുക. എന്താണ്? ഡെൻസിറ്റി കുറഞ്ഞ ഇമ്പ്യൂരിറ്റീസിനാണെന്ന് മാത്രം ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഇമ്പ്യൂരിറ്റീസ്, അതായത് അഴുക്കുകൾക്ക് കുറച്ച് കനം കുറവാണ്. ഇനി പോട്ടെ, നല്ല കനം കൂടിയ അഴുക്കൾ, ഹെവിയർ ഇമ്പ്യൂരിറ്റീസ്, ദാറ്റ് മീൻസ് ആണ് ഇമ്പ്യൂരിറ്റീസിന്റെ ഡെൻസിറ്റി ഈസ് ഹൈ ഡെൻസിറ്റി ആണ്. എന്താണ്? പക്ഷേ ഓർസിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ എന്താണ്? സൾഫൈഡ് ഓറുകൾക്ക് വേണ്ടി, ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ്, ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ ഒരുപാട് ചോദിച്ചതാണ് കേട്ടോ. എന്താണ്? സൾഫൈഡ് ഓറുകൾക്ക് വേണ്ടിയാണ് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അതുപോലെ മറ്റേ പട്ടികയിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഫ്ലോത്ത് ഫ്ലോട്ടേഷനും ഈ സൾഫൈഡ് ഓർസിന്റെ. അപ്പൊ സൾഫൈഡ് ഓർസിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സിങ്ക് സൾഫൈഡ്, ലെഡ് സൾഫൈഡ് എന്നൊക്കെ നമ്മൾ നേരത്തെ ഗലീനൊക്കെ കണ്ടതല്ലേ. സൾഫൈഡ് ഓർസ്, അതുപോലെ സൾഫൈഡിന് അവസാനം വരുന്ന ഓർസ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ. എന്താണ്? പത പൊക്കുക എന്ന് നിങ്ങൾ സിമ്പിൾ ആലോചിച്ചാൽ മതി. നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഈ ഡിറ്റർജന്റ് പൗഡിയോ അല്ലെങ്കിൽ വല്ല സോപ്പോ ഷാമ്പോ അങ്ങനെ കലക്കിയിട്ട് നന്നായിട്ട് നിങ്ങൾ കൈകൊണ്ട് കലക്കുക. നന്നായിട്ട് ഇങ്ങനെ വേഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റിർ ചെയ്തിട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മുകളിൽ ഇങ്ങനെ പത കെട്ടി കിടക്കുമല്ലോ. അത് തന്നെ സംഭവം. എന്താണ്? നമ്മൾ ആദ്യം ഈ സാധനമില്ല, എന്താ പറയണ്ടേ, നമ്മളെ മിനറൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓർ, അതായത് പൾപ്പ് ഓഫ് ഓർ പ്ലസ് ഓയിൽ. എന്താണ്? നമുക്ക് വെറുതെ ഓറ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ പത വരണമെന്ന് സിമ്പിൾ ഇല്ല. അപ്പൊ പത വരാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കൂടെ ഓയിലും കൂടി ആഡ് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഒരു ഓയിൽ, പൈൻ ഓയിലൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു ഓയിൽ, ഓറുമായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒരു ഓയിൽ, ഡിസോൾവ് ആവരുത്, ഓയിലാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ ഓറും അങ്ങനത്തെ സാധനങ്ങൾ ഡിസോൾവ് ചെയ്യാൻ പറ്റാത്തൊരു ഓയിൽ. അപ്പൊ ഈ ഓയിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഓറൊക്കെ അടിച്ച് പൊടിച്ചിട്ട് നല്ലൊരു മിക്സർ ആക്കിയിട്ട് ഒരു പൊടി പോലെയൊക്കെ ആക്കിയിട്ട് അത് ഓയിലിന്റെ കൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ റൊട്ടേറ്റിംഗ് പാഡിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കറക്കും. ഓക്കെ, നമ്മുടെ ഈ ഉറി അടിക്കുന്ന പോലെ ഇരുത്തി അവിടെ നിന്ന് കറക്കി 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 എന്ത് ചെയ്യും? നന്നായിട്ട് അടിയിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തുണ്ടാവും? ഡെഫിനറ്റ്ലി എന്തായാലും നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്യല്ലോ. അപ്പൊ പാഡിൽ ഡ്രോസ് ഇൻ എയർ ആൻഡ് സ്റ്റിർസ് ദ പൾപ്പ്, നന്നായി സ്റ്റിർ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? പതയുണ്ടാവും. അപ്പൊ പതയുണ്ടാവും. നിങ്ങൾ എന്താ ശ്രദ്ധിക്കുക? കനം കുറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യുക? ഡെഫിനറ്റ്ലി മുകളിൽ പോകും, കനം കൂടിയ ആൾക്കാർ താഴെ നിൽക്കും. അപ്പൊ നന്നായിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റിയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കനം കുറഞ്ഞ ആൾക്കാരൊക്കെ മുകളിൽ പാതയുടെ കൂടെ അവിടെ നിൽക്കും. ഈ പാത എന്താണ്? മിനറൽ ഫ്രോത്ത് അഥവാ നമ്മളെ ഓർ എവിടെ ഉണ്ടാവും? ഈ പാതയുടെ കൂടെ അവിടെ നിൽക്കും. അപ്പൊ പാതയുടെ കൂടെ ഓർ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമായല്ലോ. അത് തന്നെയാണ് ഫ്ലോട്ട് ഫ്ലോട്ടേഷൻ. മനസ്സിലായോ? എന്താണ് നമ്മുടെ ഈ കലക്കുന്നില്ല, എന്താണ് തൈരും ഇതാക്കുന്നത്, നമ്മുടെ തൈര് കലക്കിട്ട് വെണ്ണ ഉണ്ടാക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ വരും. നന്നായിട്ട് കലക്കുക, കലക്കലോട് കലക്കൽ, കലക്കി കലക്കി എന്തുണ്ടാവും? നമ്മുടെ ഓറ തന്നെ ഓക്കെ ബായ് ഞാൻ പോവാന്ന് വെച്ചാൽ പതയുടെ കൂടെ അങ്ങ് പോകും. പത കാണുമ്പോൾ ഹിസ് പത 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 എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ അങ്ങ് പോവും. നമ്മളെ ഇതിന്റെ താഴെ എന്തിന്റെയും, അതായത് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കണ്ടോ, ഇതിന്റെ താഴെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പതയൊക്കെ അങ്ങ് പോയിട്ട് പതയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് താഴെ കുറച്ച് അഴുക്കുകളാണ്. ഓക്കെ, ഇതെന്താണ്? ഇത് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. ഗ്യാങ് അവിടെ നിൽക്കും. മനസ്സിലായല്ലോ? ഇതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സിമ്പിൾ ആയിട്ട് അത്രയേ ഉള്ളൂ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡെൻസിറ്റി കൂടിയ ഇമ്പ്യൂരിറ്റീസും ഡെൻസിറ്റി കുറഞ്ഞ ഓർസും ഉള്ളാകുമ്പോൾ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഡെൻസിറ്റി
കുറഞ്ഞ ഓർസ് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഓറിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷനോ അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം, ലെവിഗേഷനോ ഉപയോഗിക്കാം. പക്ഷേ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ജനറലി ഉപയോഗിക്കുന്ന ആർക്കാണ്, സൾഫൈഡ് ഓർസിനാണെന്ന് മാത്രം ഓർമ്മിക്കുക. ഓക്കെ. അപ്പൊ അടുത്ത മെത്തേഡ് എന്താണ്, മാഗ്നറ്റിക് സെപ്പറേഷൻ. പേര് പറഞ്ഞ പോലെ തന്നെ കാന്തശക്തി ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് ആയിട്ടുള്ള റോളർ കണ്ടോ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് കണ്ടോ, മാഗ്നറ്റിക് ആയിട്ടുള്ള റോളർ ഉണ്ട്. നമ്മൾ ഓറ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുവാണ്. ഈ റോളർ ഇതിങ്ങനെ സ്ട്രിപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ഫ്ലോർ മില്ലൊക്കെ പോയി കഴിഞ്ഞാൽ അത് പൊടി എന്താണ് പറയുക, ഈ അരി പൊടിക്കാനോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിക്കാനൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അറിയാം, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലൂടെ ഇതിങ്ങനെ ഒലിച്ചു വരും. അപ്പം നമ്മൾ താഴെ എന്താണുള്ളത്, ഈ മാഗ്നറ്റ് ആയിട്ടുള്ള സാധനം ഡെഫിനറ്റ്ലി ഈ മാഗ്നറ്റിക് ആയിട്ടുള്ള റോളറിൽ അട്രാക്ട് ചെയ്ത് നിൽക്കുമല്ലോ. അപ്പം പുള്ളിക്കാരനത് കുറച്ച് മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നോൺ മാഗ്നറ്റിക് ആയ ആൾക്കാർ വേറെ നിൽക്കും, മാഗ്നറ്റിക് ആയിട്ടുള്ള ആൾക്കാർ വേറെ നിൽക്കും. അപ്പം മാഗ്നറ്റിക് ആയിട്ടുള്ള ഓർസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓറിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഓർ മാഗ്നറ്റിക് ആണെങ്കിൽ രണ്ട് തരത്തിലും നമുക്ക് രണ്ടിനും ഉപയോഗിക്കാം. അതാണ് ഇവിടെ എഴുതിയത്, യൂസ്ഡ് ഫോർ മാഗ്നറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് എന്താണ്, അയറന്റെ ഒരു ഓറാണ്. അതുപോലെ അയൺ ടങ്സ്റ്റൺ എന്നാൽ ടങ്സ്റ്റണിന്റെ ഒരു ഓറാണ്, ഇരുമ്പടങ്ങിയുള്ള ഒരു ഓറാണ് അയൺ ടങ്സ്റ്റൺ. അതുപോലെ തന്നെ എന്താണ് അയൺ സ്റ്റോൺ എന്ന് പറഞ്ഞത് എന്തിൻ്റെയാണ്, ടിന്നിന്റെ ഒരു ഓറുണ്ട്. ഓക്കെ. അപ്പൊ ടിന്നിന്റെ ഓറിൽ നിന്ന് അയൺ സ്റ്റോണിൽ എന്താണ്, അതിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, അതായത് മാഗ്നറ്റിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എന്തൊക്കെ ഉപയോഗിക്കാം, ഒന്നുകിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള ഓറിനെ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിലോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഓറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം. പക്ഷേ സിമ്പിൾ ആയിട്ട് ഇത്രയും ആലോചിക്കണം, മാഗ്നറ്റിക് ആയിട്ടുള്ള എന്തിന് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ അത് ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും, ചിലപ്പം എന്താണ് ഇമ്പ്യൂരിറ്റീസ് അല്ല ഓറായിരിക്കും. ഓക്കെ. അപ്പൊ ഇമ്പ്യൂരിറ്റീസ് എന്താണ്, നമ്മുടെ ഗ്യാങ്ങിന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടെ അതാണ് എന്താണ് മാഗ്നറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഓൾറെഡി ഉണ്ടാവും. ഇനി നമ്മൾ ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ലീച്ചിങ്. ലീച്ചിങ് എന്താണ്, ഡെഫിനിഷൻ ആദ്യം നോക്കാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൺ ആഡിങ് ദ ഓർ ടു എ സ്യൂട്ടബിൾ സൊല്യൂഷൻ എ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദ ഓർ ഡിസോൾവ്സ്. എന്താണ്, ഒരു ഓറിനെ നമ്മൾ സൊല്യൂഷനിൽ ആഡ് ചെയ്യുന്നു, അതിൽ ഓർ ഡിസോൾവ് ആവും. ദ ഇൻസോലുബിൾ ഇമ്പ്യൂരിറ്റീസ് ആർ ഫിൽറ്റേർഡ് ഓഫ്, ദ പ്യുവർ ഓർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഫിൽട്രേറ്റ് ബൈ എ കെമിക്കൽ റിയാക്ഷൻ. എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓറുണ്ട്, ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരും. ആ സൊല്യൂഷനിൽ ഇമ്പ്യൂരിറ്റി ഡിസോൾവ് ആവില്ല, ഓർ മാത്രം ഡിസോൾവ് ആവും. എന്നിട്ട് ഫിൽറ്റർ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ ഫിൽറ്റർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, അവസാനം ഓർ മാത്രമുള്ളൊരു സൊല്യൂഷൻ കിട്ടുമല്ലോ. അത്രയേ ഉള്ളൂ ലീച്ചിങ്. ഇനി ആ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടത്തിയിട്ട് നമുക്ക് എന്തിന് ചെയ്യാം, പ്യൂർ ആയിട്ടുള്ള ഓർ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാലോ. അത്രയേ ഉള്ളൂ ലീച്ചിങ്. എന്താണ് ഇത് ഉപയോഗിക്കുന്നത്, എല്ലാറ്റിനൊന്നും ഉപയോഗിക്കുന്നില്ല. മെയിൻ ആയിട്ട് ബോക്സൈറ്റ്, അതായത് അലൂമിനിയത്തിന്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലീച്ചിങ്. അവിടെ ബോക്സൈറ്റ് എന്ത് ചെയ്യും, സോഡിയം ഹൈഡ്രോക്സൈഡ് പോലത്തെ ഒരു സൊല്യൂഷനിൽ ആഡ് ഒക്കെ ചെയ്തിട്ടൊക്കെയാണ്, അത് നിങ്ങൾ എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയത്തിൽ പഠിക്കും. ഓക്കെ. അപ്പൊ ബോക്സൈറ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ലീച്ചിങ് എന്ന് മാത്രം ഓർമ്മിച്ചത്, നിങ്ങൾ അത്രയേ ഓർമ്മിക്കുള്ളൂ. ലീച്ചിങ് എന്താണ്, നമ്മൾ ഓറിനെ ഒരു നല്ല എല്ലാ സൊല്യൂഷൻ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ വെള്ളത്തെ കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ഓർ ആഡ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു ഓർ. അപ്പോൾ ഓർ മാത്രമേ അതിൽ ഡിസോൾവ് ചെയ്യൂ. ആ ഒരു സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്, അതിൽ ഓർ മാത്രമേ ഡിസോൾവ് ചെയ്യൂ. ചില ഇമ്പ്യൂരിറ്റീസും ഡിസോൾവ് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ സ്റ്റിൽ നമ്മുടെ ഉദ്ദേശം എന്താണ്, കുറച്ചുകൂടി പ്യൂർ ആയിട്ടുള്ള ഓർ കിട്ടാനല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ഓർ ഡിസോൾവ് ആവും. ഓർ ഡിസോൾവ് ആയിക്കഴിഞ്ഞാൽ ഡിസോൾവ് ആവാത്ത ഇൻസോല്യുബിൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഡിസോൾവബിൾ അല്ലാത്ത ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ, ഗ്യാങ് ഉണ്ടാവുമല്ലോ, അതിനെന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്ത് കളയും. അപ്പം നമുക്ക് എന്ത് പ്യൂർ ആയിട്ടുള്ള ഓർ കിട്ടും അല്ലേ. അതിങ്ങനെ കെമിക്കൽ റിയാക്ഷൻ വഴി നമുക്ക് ആ ഒരു ഫിൽട്ടർ, ആ ഒരു സൊല്യൂഷനിൽ മിക്സ് ആയിട്ടുണ്ടാവുമല്ലോ ഓർ, എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഫിൽട്രേറ്റിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഫിൽട്രേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സാധനമില്ല, അതാണ് ഫിൽട്രേറ്റ്. ഫിൽട്ടേർഡ് ഓഫ് ആയിട്ടുള്ള സാധനം ഇമ്പ്യൂരിറ്റീസ് ഒഴിവാക്കി ബാക്കി സാധനങ്ങളുടെ ആ സൊല്യൂഷൻ, അതാണ് ഫിൽട്രേറ്റ്. മനസ്സിലായല്ലോ അപ്പൊ ലീച്ചിങ് എന്താണെന്ന്. ഓക്കെ. അപ്പൊ ഇനി ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് ഫില്ല് ചെയ്തേ. നിങ്ങൾ എക്സാമിനൊക്കെ മുന്നേ ചോദിച്ചാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണിത്. ഓക്കെ. എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് ഓർസും ഇമ്പ്യൂരിറ്റീസിന്റെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. ഏത് മെത്തേഡാണ് കോൺസെൻട്രേറ്റ് ഉപയോഗിക്കുക. ഓറിന്റെ ഡെൻസിറ്റി കൂടുതലാണ്, ഇമ്പ്യൂരിറ്റീസിന്റെ ഡെൻസിറ്റി കുറവാണ്. അപ്പൊ എന്ത് ചെയ്യുക, കഴുകിക്കളെ അല്ലേ. അപ്പൊ അത് നമ്മൾ എന്ത് ഉപയോഗിക്കും, ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് നമുക്ക് ഉപയോഗിക്കാം അല്ലേ. ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അതെ. ഇനി പോട്ടെ, മാഗ്നറ്റിക് ആണ്, ഓറോ ഇമ്പ്യൂരിറ്റീസ് ഏതെങ്കിലും മാഗ്നറ്റിക് ആയിരിക്കും, നമുക്ക് അപ്പം അറിയാം, ഒറ്റ മെത്തേഡേ ഉള്ളൂ. ഏതാണ്, മാഗ്നറ്റിക് സെപ്പറേഷൻ. നിങ്ങൾ വേറെ എന്ത് തെറ്റിച്ചാലും ഇത് നിങ്ങൾ തെറ്റിക്കില്ല, എനിക്ക് 100% ഉറപ്പാണ് മക്കളെ. മാഗ്നറ്റിക് സെപ്പറേഷൻ, മാഗ്നറ്റിക് എവിടെ കണ്ടാലും നിങ്ങൾ ഇത് എഴുതുമെന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പൊ കോൺസെൻട്രേഷൻ മാഗ്നറ്റിക് സെപ്പറേഷൻ. പിന്നെ ലൈറ്റർ സൾഫൈഡ് ഓർ ലൈറ്റർ എന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറവാണ്, ഇമ്പ്യൂരിറ്റി ഹൈ ഡെൻസിറ്റി ആണ്. ഏതാ മെത്തേഡ്, സൾഫൈഡ് ഓർന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശരി മാഗ്നറ്റിക് എന്ന് പറഞ്ഞ പോലെ വേറെ ഒന്നും ആലോചിക്കൂല. എന്താണ്, ഫ്ലോട്ടേഷൻ മെത്തേഡ് ആണ് അല്ലേ.
ഫ്രോത്ത്. ഇനി സൾഫൈഡ് തന്നിട്ടില്ലെങ്കിലോ ഡെൻസിറ്റി കുറഞ്ഞ ഓർന്ന് തന്നെ ഏതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വിളിക്കും. പതപ്പിച്ച് നമ്മൾ പുറത്ത് കളയും. പിന്നെ അലൂമിനിയം ഓർസ് ദാറ്റ് ഗെറ്റ് ഡിസോൾഡ് ഇൻ സൊല്യൂഷൻ. അലൂമിനിയം ഓർ എന്ന് കണ്ട ഏതാണ് വേറെ ഒറ്റ മെത്തേഡുള്ള അലൂമിനിയം ബന്ധപ്പെട്ട ഏതാണ് ലീച്ചിങ്. ഓക്കെ, എന്താണ് ഇൻസോലുബിൾ എന്ന് സെയിം ഇമ്പ്യൂരിറ്റി സോലുബിൾ അല്ല. ഈ ഒരു പട്ടിക ക്ലിയർ ആണല്ലോ. ഇതും നേരത്തെ പറഞ്ഞ പോലെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്തൊക്കെയാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്? ഒന്ന് ഓർസിന്റെ പേര്, രണ്ടാമത്തത് ഓരോ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ മെത്തേഡ് കൂടി അറിയണം. ഡെൻസിറ്റി കൂടിയതും ആ ഓർ ഉണ്ടായി നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ ലെവിഗേഷൻ ഉപയോഗിക്കും. ഡെൻസിറ്റി കുറഞ്ഞ ഓറാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? അതിന് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കും. മാഗ്നറ്റിക് ആണെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കും. ഇനി അലൂമിനിയത്തിന്റെ ഓറായിട്ട് ബോക്സൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് നേരെ ലീച്ചിങ്. എന്താണ് ബോക്സൈറ്റ് സോലുബിൾ ആവുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാവും, ഇമ്പ്യൂരിറ്റി സോലുബിൾ അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഈ പട്ടിക മാത്രം നോക്കി കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഒരു റിവിഷൻ പോലെ ഈ പട്ടിക നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, നമുക്ക് കുറച്ച് പ്യൂർ ആയിട്ടുള്ള ഓർ കിട്ടി. ഇനി ഈ ഓറിനെ നമ്മൾ ഓക്സൈഡ് ആക്കുന്നു. ആ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ മെറ്റൽ ആക്കും. രണ്ട് സ്റ്റെപ്പാണ്. എന്താണ്? ആദ്യം കൺവേർഷൻ ഓഫ് ദ കോൺസെൻട്രേറ്റ് ഓർ ടു ഇറ്റ്സ് ഓക്സൈഡ് ആക്കണം. രണ്ട് മെത്തേഡ് ഉണ്ട്, കാൽസിനേഷൻ, റോസ്റ്റിംഗ്. പിന്നെ എന്താണ് അടുത്ത മെത്തേഡ് എന്ന് വെച്ചാൽ ഈ ഓക്സൈഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും മക്കളെ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പുതിയൊരു ഡെഫിനേഷൻ കൂടി. എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ? ഓക്സിജനെ ആഡ് ചെയ്യാം. അപ്പൊ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓക്സിജൻ റിമൂവ് ചെയ്യുന്നതായിരിക്കുമല്ലോ. സിമ്പിൾ. അപ്പൊ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓറിനെ അതിനെന്തായി മെറ്റൽ ഓക്സൈഡ് ആക്കും. ഓക്കെ, അപ്പൊ റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? മെറ്റൽ ഓക്സൈഡിൽ നിന്ന് നമ്മൾ ആരെ റിമൂവ് ചെയ്യും? ഓക്സിജനെ റിമൂവ് ചെയ്യും. എന്നിട്ട് നമുക്ക് അവസാനം ആരെ കിട്ടും? മെറ്റൽ കിട്ടും. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. ഓറിനെ നമ്മൾ മെറ്റൽ ഓക്സൈഡ് ആക്കുന്നു, ഓക്സൈഡിനെ പിന്നെ നമ്മൾ മെറ്റൽ ആക്കുന്നു, ഓക്സൈഡ് റിമൂവ് ചെയ്തു. അപ്പോൾ അതിനെന്തുണ്ട്? കാൽസിനേഷൻ, റോസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട്. അതൊക്കെ ഓർമ്മിക്കേണ്ട ട്രിക്കൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ അത് പറയാൻ തുടങ്ങിയാലോ? പറയാലോ. ആദ്യത്തെ സ്റ്റെപ്പ് കാൽസിനേഷൻ. എന്താണ്? നമ്മൾ ആദ്യം ഓക്സൈഡ് ആക്കാൻ വേണ്ടി രണ്ട് സ്റ്റെപ്പ്, കാൽസിനേഷൻ, റോസ്റ്റിംഗ്. അപ്പൊ കാൽസിനേഷൻ ഡെഫിനേഷൻ ഒക്കെ പറയുന്ന മുമ്പ് ഞാൻ നിങ്ങൾ കാൽസിനേഷൻ പേര് നോക്കുക. കാൽസിനേഷൻ കേൾക്കുമ്പോൾ കാൽസ്യമായി ബന്ധപ്പെട്ടെന്നൊക്കെ തോന്നും, പക്ഷെ അതൊന്നും അല്ല കേട്ടോ. കാൽസിനേഷൻ എന്ന പേരിൽ നിങ്ങൾ മലയാളം നോക്കിയത് ഇതെന്താണ്? കാൽസിനേഷൻ നിങ്ങൾക്ക് കാലി എന്ന് വേണമെങ്കിൽ ഓർമ്മിക്കാലോ അല്ലേ? കാലിയായ ഒരു സംഭവം. അപ്പൊ കാൽസിനേഷൻ എന്ന് വെച്ചാൽ കാലിയായ ഒരു സെറ്റപ്പിലാക്കുന്ന നിങ്ങൾ ഓർമ്മിച്ചായി. കാൽസിനേഷൻ എന്താണ്? കാലിയായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്? കാൽസിനേഷൻ. ഓക്കെ, ഇനി നമുക്ക് ആ ഡെഫിനേഷൻ നോക്കാലോ. കാൽസിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ എന്താണ്? ഞാനിവിടെ ബോൾഡിൽ രണ്ട് സാധനം എഴുതിയിട്ടുണ്ട്. ആബ്സെൻസ് ഓഫ് എയർ, അതായത് എയർ കാലിയായിട്ടുള്ള ഒരു സ്ഥലം, ഒരു സിസ്റ്റത്തിൽ, ഒരു പെർട്ടിക്കുലർ സെറ്റപ്പിലാണ് നമ്മൾ നിന്ന്. അവിടെ എയർ ഇല്ല, അതായത് വാക്യൂം സെറ്റപ്പാണ്. വാക്യൂം സെറ്റപ്പിൽ എന്താണ്? എയർ ഇല്ല. ഏത് ടെമ്പറേച്ചർ? അതിന്റെ മെൽറ്റിംഗ് പോയിന്റിന് താഴെ. കാരണം മെൽറ്റിംഗ് പോയിന്റ് ആയിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഓറ് മെൽറ്റ് ചെയ്തിട്ട് അത് ലിക്വിഡ് ആവും. പക്ഷെ അത് പറ്റില്ല. നമുക്ക് അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? അതിനെ ഓക്സൈഡ് ആക്കി മാറ്റണം. അപ്പൊ അതാണ് ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത്. എന്താണ്? കാൽസിനേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ രണ്ട് കാര്യം. എന്താണ്? കാൽസിനേഷൻ എന്ന് വെച്ചാൽ എയർ കാലിയാണ്, മെൽറ്റിംഗ് പോയിന്റിന് താഴെയാണ്. ഓക്കെ ആണല്ലോ? കാലിയായ എയർ മെൽറ്റിംഗ് പോയിന്റിന് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽസിനേഷൻ ചെയ്യുന്നു. ആരാണ് ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടുതൽ? കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ്, അതായത് മെറ്റൽ കാൽസ്യം കാർബണേറ്റ്, സിങ്ക് കാർബണേറ്റ്, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ്? കാർബണേറ്റ്സ്, ഹൈഡ്രോക്സൈഡ്സ് ഓഫ് മെറ്റൽ ഡികമ്പോസ്ഡ് ഫോം ദെയർ ഓക്സൈഡ്സ്. ഇങ്ങനെ എയറിന്റെ ആബ്സെൻസിൽ ഏതെങ്കിലും മെറ്റലിന്റെ കാർബണേറ്റോ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡോ ഒക്കെ നമ്മൾ ഹീറ്റ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് മെറ്റൽ ഓക്സൈഡ്സ് കിട്ടും. ഓക്കെ, അപ്പൊ കാൽസിനേഷന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഓക്സൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കാലിയായിട്ട് എയറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ എന്തുണ്ട്? അതിന് മെൽറ്റിംഗ് പോയിന്റ് താഴെ ഹീറ്റ് ചെയ്യുന്നു. മെൽറ്റിംഗ് പോയിന്റിന് മുകളിൽ ഹീറ്റ് ചെയ്ത് എന്താണ്? നമ്മൾ ഓറ് മെൽട്ടായി പോകും. നമുക്ക് അതല്ല വേണ്ടത്, ഓക്സൈഡ് ആക്കിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യും? മെൽറ്റിംഗ് പോയിന്റ് താഴെ, അതുകൊണ്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. എയറിന്റെ ആബ്സെൻസിൽ അതായത് കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ് ഓഫ് മെറ്റൽസ് ആണ് നമ്മൾ ഇതിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത മെത്തേഡ് റോസ്റ്റിംഗ്. റോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്താണ്? നമ്മുടെ യൂട്യൂബിലും റീൽസിലൊക്കെ ഉള്ള റോസ്റ്റിംഗ് അല്ല കേട്ടോ, അത് വേറെ റോസ്റ്റിംഗ്. ഇത് സാധാ റോസ്റ്റിംഗ്. നമ്മൾ ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ് ഒന്നും കേട്ടിട്ടില്ലേ? എന്താ റോസ്റ്റ് ചെയ്യുന്നത്? റോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ കാലിയ എയറിന്റെ പ്രൊസസ്സിലാണോ? അല്ല. മിക്കവാറും റോസ്റ്റ് അല്ലെ ബാർബിക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ്? പുറത്ത് നല്ല എയറിൽ, ഓപ്പൺ എയറിൽ റോസ്റ്റിൽ ചെയ്യുക. അപ്പൊ റോസ്റ്റിംഗ് എന്താണ്? ഓപ്പൺ എയറിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും റോസ്റ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റ് ഇൻ എ കറന്റ് ഓഫ് എയർ. കറന്റ് ഓഫ് എയർ സാധാരണ എയറിന്റെ പ്രസൻസിലാണ്. ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. നേരത്തെ പറഞ്ഞ അതേ സാധനം, അതായത് മെൽറ്റിംഗ് പോയിന്റ് താഴെ തന്നെ നമ്മൾ ചെയ്യുക. കാരണം മെൽറ്റ് ചെയ്ത് പോരുതല്ലോ, അതല്ല നമ്മുടെ ഉദ്ദേശം. മെൽറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിനെ എന്താക്കണം? ഓക്സൈഡ് ആക്കണം. ഓക്കെ, അപ്പൊ കറന്റ് ഓഫ് എയർ എന്താണ്? എയറിന്റെ പ്രസൻസിലാണ്. നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ എ കറന്റ് ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. നേരത്തെ അതേ കണ്ടീഷൻ, മെൽറ്റിംഗ് പോയിന്റ് താഴെ തന്നെ ഹീറ്റ് ചെയ്യുന്നത്. കാൽസിനേഷൻ ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് എയർ, ഇറ്റ് ഈസ് ഇൻ എ കറന്റ് ഓഫ് എയർ.
അതായത് കറണ്ട് ഓഫ് എയർ എന്ന് വെച്ചാൽ എയറിന്റെ ഒരു ഫ്ലോനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് എയർ മോളിക്യൂൾസ് ഇങ്ങനെ ജും എന്ന് പറയുന്നത് നമ്മൾ എയർ കൊടുക്കുന്നത് നമ്മൾ എന്താ പറയുക, കറണ്ട് ഓഫ് എയർ എന്ന് പറയും. ഓക്കെ. പിന്നെ റോസ്റ്റിംഗ് കഴിഞ്ഞ് നമുക്ക് എന്താ, വെൻ ദ കോൺസെൻട്രേറ്റഡ് ഓർ ഈസ് സബ്ജക്ട് ടു റോസ്റ്റിംഗ് ദ മോയ്സ്ചർ പ്രസന്റ് ഇൻ ഇറ്റ് ഈസ് റിമൂവ്ഡ് ആസ് വേപ്പർ. അപ്പൊ എന്താണ് ഈ നമ്മൾ ഓറൊക്കെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഓറിൽ നമ്മൾ എത്ര നോക്കിയാൽ റിമൂവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്, കുറച്ച് വാട്ടർ മോളിക്യൂൾസും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. നമ്മൾ നല്ല ശക്തിയിൽ ഊതിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, നമ്മളെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ എന്താണ് നമ്മൾ തണിക്കാനൊക്കെ വെച്ചിരുന്നത്, നമ്മൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നന്നായി പെട്ടെന്ന് തണിക്കാൻ വേണ്ടി ചായയൊക്കെ നടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഊതി 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 കുടിക്കുകയല്ലേ ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് ഓഫ് എയർ അത്ര ശക്തിയിൽ എയർ ഫ്ലോ അങ്ങ് കൊടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുക, അതിലുള്ള മോയ്സ്ചർ ഒക്കെ പോവല്ലോ. അതന്നെ ഇതാ ദ മോയ്സ്ചർ പ്രസന്റ് ഇൻ ഇറ്റ് ഈസ് റിമൂവ്ഡ് ആസ്. ചായ കുടിക്കുമ്പോൾ നമ്മൾ ഊതി കുടിക്കുമ്പോൾ വേപ്പറായിട്ട് അങ്ങ് പോകുന്നില്ലേ, ആ കാര്യം ഓർമ്മിച്ചാൽ മതി. നല്ല ശക്തിയിൽ കറണ്ടിൽ എയർ ഫ്ലോ കൊടുത്ത് എന്താ സംഭവിക്കുക, മോയ്സ്ചർ ഒക്കെ അങ്ങ് കണ്ടം വഴി ഓടും. ഓക്കെ. കോൺസെൻട്രേറ്റ് ഓർ സബ്ജക്ട് ടു റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്താണ്, മോയ്സ്ചർ പ്രസന്റ് ഇറ്റ് ഈസ് റിമൂവ്ഡ് ആസ് വേപ്പർ. മറ്റേ കേസ് റിമൂവ് ആയിട്ട് പോവുമോ, ഇല്ല. അവിടെ നമ്മുടെ എയറിന്റെ ആബ്സെൻസിലാണ് നമ്മൾ ചെയ്യുന്നത്, എയർ ഒന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, മോയ്സ്ചർ പോകുന്ന കാര്യം ഒന്നും അവിടെ ആലോചിക്കേണ്ട പോലും ഇല്ല. ഓക്കെ. അപ്പൊ ഇതിന് എക്സാമ്പിൾ എന്താണ്, കോപ്പർ സൾഫൈഡ് ഓർ നമ്മൾ കോപ്പർ ഓക്സൈഡ് ആകും റോസ്റ്റിംഗ് ചെയ്തിട്ട്. ഓക്കെ. എന്താണ് കോപ്പർ സൾഫൈഡിനെ കോപ്പർ ഓക്സൈഡ് ആക്കുന്നതാണ് റോസ്റ്റിംഗിന്റെ ഒരു എക്സാമ്പിൾ. നേരത്തെ എന്തായിരുന്നു, കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ്സ് ഓഫ് മെറ്റൽസ്. ഓക്കെ ആണോ. സൾഫൈഡ് ഓർ നമ്മൾ വേറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, എവിടെയായിരുന്നു, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പതപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആരെ, സൾഫൈഡ് ഓർസിന്. എന്താണ് ഇവിടെ ഡെൻസിറ്റി കുറഞ്ഞ സൾഫൈഡ് ഓർസ്. കണക്ട് ചെയ്തോ, കിട്ടിയല്ലോ. എന്താണ് റോസ്റ്റിംഗ് മനസ്സിലായ, കാൽസിനേഷൻ കാലി എയർ, റോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നല്ല ഓപ്പൺ എയർ. എവിടെയാണ് രണ്ട് കണ്ടീഷൻ, ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. കാൽസിനേഷൻ എന്താണ്, കാൽസിനേഷൻ കായ ഉള്ളതുകൊണ്ട് കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ്സും ഉപയോഗിച്ചിട്ടാണ്. അത് മെറ്റൽസിന്റെ, അതായത് ഓറിന്റെ കാർബോഹൈഡ്രേറ്റ് ഓറും അതുപോലെ ഹൈഡ്രോക്സൈഡ് ഓറൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി, അത് ഓക്സൈഡ് ആക്കാൻ വേണ്ടിയാണ് കാൽസിനേഷൻ ഉപയോഗിക്കുന്നത്. റോസ്റ്റിംഗ് എന്തിനാണ്, കോപ്പർ സൾഫൈഡിനെ കോപ്പർ ഓക്സൈഡ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഹീറ്റ് ചെയ്ത് എന്താ സംഭവിക്കും, അതിലെ മോയ്സ്ചർ എന്ത് ചെയ്യും, അതിലൂടെ ലീവ് ആയിട്ട് അങ്ങ് പോകുന്നു കൂടി ഓർമ്മിച്ചാൽ മതി. ഓക്കെ അല്ലേ. നമ്മൾ ഊതി കഴിഞ്ഞാൽ എന്താണ്, മോയ്സ്ചർ വേപ്പറായിട്ട് അങ്ങ് പോകുമല്ലോ, സ്വാഭാവികം. അതേ സംഭവം തന്നെ. ഓക്കെ. അപ്പൊ റോസ്റ്റിംഗ് കാൽസിനേഷൻ ക്ലിയർ ആയല്ലോ, കഴിഞ്ഞു. നമുക്ക് ഓക്സൈഡ് കിട്ടി. ഇനി നമുക്ക് അതിൽ നിന്ന് മെറ്റൽ ആക്കാലോ. സിമ്പിളാ. എന്താണ്, മെറ്റലിന് നമ്മൾ എന്ത് ചെയ്ത്, ഓക്സൈഡിൽ നിന്ന് മെറ്റലിനെ എടുക്കുന്നത് നമ്മൾ എന്ത് പറയുന്നത്, റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ്, അതായത് സി അല്ലെങ്കിൽ CO. ഇവ രണ്ടുപേരാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഇപ്പൊ അയറിന്റെ ഒക്കെ കേസിൽ, ഇരുമ്പിന്റെ ഒക്കെ കേസിൽ നമ്മൾ ആരോ ഉപയോഗിക്കും, ഇവർ രണ്ടുപേരും ഉപയോഗിക്കുക. പക്ഷേ കുറച്ച് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ഉണ്ടല്ലോ. ആരൊക്കെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ, നമ്മൾ നേരത്തെ പഠിച്ച കോഡ് പഠിച്ച ഓർമ്മയുണ്ടോ, PSC മാസ്റ്റർ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. PSC മാസ്റ്റർ ലഡു കഴിച്ചിട്ട് നമ്മൾ ഓർമ്മിച്ചില്ല. അപ്പൊ എന്താണ്, P പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, ഇവരൊക്കെ ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പൊ ഈ അലൂമിനിയം വരെയുള്ള ആൾക്കാർ ജനറലി നമ്മൾ എന്താ ഉപയോഗിക്കുക, ഇലക്ട്രിസിറ്റി കറണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവരെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ഉദാഹരണം അലൂമിനിയം ഒക്കെ നമുക്ക്, നിങ്ങൾ എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം പഠിയുമ്പോൾ കാണാം, അലൂമിനിയത്തെ നമ്മൾ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുക, ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് പ്യൂർ ആയിട്ടുള്ള അലൂമിനിയം കിട്ടാൻ പോകുന്നത്. അപ്പൊ റിഡക്ഷൻ സിമ്പിൾ എന്താണ്, കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും. ഇലക്ട്രിസിറ്റി എപ്പോഴാണ് ഉപയോഗിക്കുക, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ്, അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക് എല്ലാം പോലത്തെ ഹൈലി റിയാക്റ്റീവ് ആയ മെറ്റൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും, നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും. അല്ലാതെ ബാക്കി എല്ലാവർക്കും നിങ്ങൾ എന്താണ്, കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കും. അപ്പം മെറ്റലിനെ അതിന്റെ ഓക്സൈഡിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്, റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് എന്നാണ് പറയാം. അപ്പൊ ശരി, നമുക്ക് പ്യൂർ ആയിട്ടുള്ള മെറ്റൽ കിട്ടി. പക്ഷെ ഇപ്പോഴും നോക്കുമ്പോൾ എന്താണ്, ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് അതർ മെറ്റൽസ്, മെറ്റൽ ഓക്സൈഡ്സ്, അതുപോലെ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് നോൺ മെറ്റൽസ് നമ്മൾ നേരത്തെ റെഡ്യൂസ് ചെയ്തപ്പം. എന്നാലും പോട്ടെ, വേറെ നമ്മുടെ മെറ്റൽ ഓക്സൈഡ് നമ്മൾ മെറ്റലായി കൺവേർട്ട് ചെയ്ത്, പക്ഷെ എന്നാലും ചില മെറ്റൽ ഓക്സൈഡ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. എന്ത് കഷ്ടല്ലേ, ഇത്രയും ചെയ്തിട്ടും പിന്നെയും എന്താണ്, ഇമ്പ്യൂരിറ്റീസ്, അതായത് ഗാങ്സ് ഇനിയും ബാക്കിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ 3 മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. റിഫൈനിങ് എത്രയാണ്, 3 മെത്തേഡ്സ് ഉണ്ട് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ്, ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ലിക്വേഷൻ എന്ന് വെച്ചാൽ ലിക്വിഡ് ആക്കുക എന്ന് നമുക്ക് പറയാം. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഐഡിയ ഉള്ളൂ. എന്താണ്, അതിനെ വേപ്പറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. എന്താണ്, അതിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വേപ്പറായിട്ട് കളയും, അതിൽ ഇമ്പ്യൂരിറ്റീസ്, അതിനാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായി. ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്, നിങ്ങൾ ഇലക്ട്രോളിസിസ് പഠിച്ചിട്ടുണ്ടല്ലോ, അതേ സംഭവം. കാത്തോഡ് ഉണ്ടാവും, ആനോഡ് ഉണ്ടാവും, ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ, വെറുതെ ഊഹിച്ച് നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത് അല്ലേ. നിങ്ങളുടെ മൈൻഡ് ഒരു ഐഡിയ കിട്ടിയല്ലോ. ലിക്വേഷൻ ഒക്കെ പറയുമ്പോൾ ലിക്വേഷൻ ലിക്വിഡ് ആവുന്നുണ്ട്. ഡിസ്റ്റിലേഷൻ എന്തോ വേപ്പർ റിലേറ്റഡ് ആണ്. ഇലക്ട്രോലിറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇലക്ട്രോളിസിസ് ആ ഒരു റിലേഷൻ ചെറുങ്ങനെ വരുന്നുണ്ടല്ലോ, മതി. അപ്പൊ എന്താണ്, റിഫൈനിങ് അത്രയേ ഉള്ളൂ. ഇപ്പൊ കിട്ടിയ ഒരു ഇംപ്യൂർ മെറ്റലാണ്. പ്യൂർ മെറ്റൽ ആയിട്ടില്ല. നേരത്തെ നമ്മൾ ഇംപ്യൂർ ഓറിൽ നിന്ന് പ്യൂർ ഓറാക്കി, പ്യൂർ ഓറിനെ നമ്മൾ ഓക്സൈഡ് ആക്കി,
ഓക്സൈഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഇംപ്യൂർ മെറ്റലായി. ഇനി ഇംപ്യൂർ മെറ്റലിൽ നിന്ന് നമ്മൾ പ്യൂർ മെറ്റൽ ആക്കണം. അതാണ് എന്തൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഇവിടെ കാണുക, ഇവിടെ അതർ മെറ്റൽസ് കാണാം, മെറ്റൽ ഓക്സൈഡ്സ് കാണാം, അതുപോലെ കുറച്ച് നോൺ മെറ്റൽസും ചിലപ്പോൾ കാണാം. അപ്പം നമുക്ക് ഓരോന്നോരോന്നായി നോക്കാലോ. ലിക്വേഷൻ എന്താണ് നോക്കാം. ലിക്വേഷൻ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ, അതായത് ചില നമ്മൾ മെറ്റൽസ് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലിക്വിഡ് ആകും. ഉദാഹരണത്തിന് ഇവിടെ ടിന്നും ലെഡും ആണ് ഞാൻ തന്നത്. പക്ഷെ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഞാൻ ഇപ്പം മെർക്കുറിയുടെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. HG എന്ന മെർക്കുറിയെ പറയും. അതുപോലെ ഗാലിയം. ഗാലിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൈവെള്ളയിൽ വെച്ച് ഉരുകുന്ന മെറ്റൽസ് ആണ്, ലോഹം. വെറുതെ കയ്യിൽ എടുത്താൽ പോലും നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് വരെ അത് ലിക്വിഡ് ആയി പോകും. പിന്നെ മെർക്കുറി നിങ്ങൾ എപ്പോഴെങ്കിലും സോളിഡ് ആയിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ലാബിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ജനറലി നമ്മൾ കാണാൻ പറ്റും ഇത് വളരെ 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 ചെറിയ ടെമ്പറേച്ചറിൽ മാത്രമേ ഇതിങ്ങനെ സോളിഡ് ആയിട്ട് നിൽക്കൂ. അല്ലാണ്ട് നമ്മളെ ചുറ്റുള്ള റൂം ടെമ്പറേച്ചർ മറ്റൊക്കെ ഇവരെന്താണ്, മെർക്കുറി എപ്പോഴും ലിക്വിഡ്, നിങ്ങൾ ഇങ്ങനെ ഒരു ബബിൾ പോലെ ആയിട്ട് ഇങ്ങനെ ഒഴുകി കളിക്കുന്ന നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ മെർക്കുറി നമ്മൾ തെർമോമീറ്ററിൽ കാണുന്നില്ലേ, പൊങ്ങും എന്താവൊക്കെ ചെയ്യുന്നത്. അവിടേക്ക് എന്താണ്, ലിക്വിഡ് ഫോമിലാണ് മെർക്കുറി ഉള്ളത് അല്ലേ. അപ്പോൾ ലിക്വേഷൻ ഉപയോഗിക്കുന്ന ആർക്കാണ്, വളരെ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള, അതായത് വളരെ ലോ എന്ന് വെച്ചാൽ മെർക്കുറിന്റെയും ഗാലിയത്തിന്റെ അത്ര എത്തണ്ട, ലോ മെൽറ്റിംഗ് പോയിന്റ്, അധികം ചൂടാക്കേണ്ടി വരാത്ത മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ടിൻ, ലെഡ്. ഇത് ഓർമ്മിക്കണം കേട്ടോ, ഈ മെറ്റൽസിന്റെ ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ടിന്നും ലെഡും ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ മെറ്റൽസിനാണ് ജനറൽ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ആരായിരിക്കും ഇമ്പ്യൂരിറ്റീസ്? അപ്പം ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഹൈ മെൽറ്റിംഗ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ആരാണ്, ഇമ്പ്യൂരിറ്റീസ് ആണ്. അപ്പൊ ഹൈ മെൽറ്റിംഗ് മെറ്റൽസ് ഓർ മെറ്റൽ ഓക്സൈഡ്സ്, ഹൈ മെൽറ്റിംഗ് ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡ്സ് ഒക്കെ ആരാണ്, ഇമ്പ്യൂരിറ്റീസ് ആണ്. മനസ്സിലായല്ലോ. ലിക്വേഷൻ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്, മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ആരൊക്കെയാണ്, ടിന്നും ലെഡും, SnPb. ഹൈ മെൽറ്റിംഗ് മെറ്റൽസ് ഓർ മെറ്റൽ ഓക്സൈഡ്, ഹൈ മെൽറ്റിംഗ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്. ആ ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എന്താണ്, മെറ്റൽസ് ആവാം അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ്സ് ആവാം. അതായത് വേറെ മെറ്റൽസ്, ഈ മെറ്റൽ വേറെ മെറ്റൽസ്. അപ്പൊ ഹൈ മെൽറ്റിംഗ് ആയിട്ടുള്ള മെറ്റൽസും മെറ്റൽ ഓക്സൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ലിക്വേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ലിക്വേഷന്റെ സെറ്റപ്പ് ഇങ്ങനെയാണ്. എന്താണ്, ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സെറ്റപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ചെറിയൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫേസിൽ നമ്മൾ ഇതുപോലെ ഒരു ഫണൽ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കിയാൽ കിട്ടും കേട്ടോ. അപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇമ്പ്യൂർ ആയിട്ടുള്ള മെറ്റൽ നമുക്ക് കിട്ടി. ഏതാണ്, നമ്മുടെ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ഒക്കെ കഴിഞ്ഞ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് കഴിഞ്ഞ് നമുക്ക് ഇമ്പ്യൂർ മെറ്റൽ കിട്ടി. അതിനെ നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഈ ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള സർഫസിലൂടെ ഇങ്ങനെ ഒഴുകി പോവാണ്. അപ്പൊ നമ്മുടെ താഴെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഹീറ്റാണ് കേട്ടോ, നമ്മൾ ചൂടാക്കുക ചെയ്യുന്നത്. ചൂട് കൊടുത്ത് എന്ത് സംഭവിക്കും, കുറച്ച്, അധികം ചൂടൊന്നുമില്ല, ചെറുത് ജസ്റ്റ് ആയിട്ട് എന്താണ്, ഇൻക്ലൈൻഡ് സർഫസ് ഓഫ് എ ഫർണേസ് എന്ന് ചൂടാകുന്ന ചെറിയൊരു സർഫേസ്. അപ്പൊ എന്താ ചെയ്യുക, നമ്മളെ പെട്ടെന്ന് മെൽറ്റ് ആകുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അവരപ്പം തന്നെ ലിക്വിഡ് ആവും. അവരെന്നിട്ട് ബാക്കി ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കും, കുറച്ചുകൂടി ചൂട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്ത് നിന്ന് ചൂട് വന്നു, ചെറിയ മെറ്റൽ ഒഴുകിപ്പോയി എന്ന് പറയുന്ന പോലെ മറ്റവർ ചൂട് കാത്തു നിന്നും ആദ്യത്തെ ഈ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽസ് എന്ത് ചെയ്യും, ഓക്കെ, ഉള്ള ചൂട് കിട്ടിയപ്പോൾ തന്നെ അവർ ഒരൊറ്റ ഒഴുക്കം ഒഴുകും. അവരെന്നിട്ട് നമുക്ക് പ്യുവർ മെറ്റലായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, ഹീറ്റിംഗ് സച്ച് മെറ്റൽസ് ഓൺ ദ ഇൻക്ലൈൻഡ് സർഫസ് ഓഫ് എ ഫർണേസ്. ഇതൊരു ഫർണേസ് ആണ്, അതിന്റെ ഇൻക്ലൈൻഡ് സർഫസിൽ ഹീറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും, പ്യുവർ മെറ്റൽ മെൽറ്റ്. നമുക്ക് ആവശ്യമുള്ള മെറ്റൽ ഏതാണോ അത് മെൽറ്റ് ചെയ്ത് അങ്ങ് പോകും. ആൻഡ് ഫ്ലോസ് ഡൗൺ ലീവിംഗ് ദ ഇമ്പ്യൂരിറ്റീസിനെ അവിടെ വെറുതെ വിട്ടിട്ട് നമ്മുടെ പ്യുവർ മെറ്റൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ലിക്വേഷൻ. മനസ്സിലായല്ലോ, ലിക്വേഷൻ, ലിക്വിഡ് ആയിട്ട് സാധനത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ അതെങ്ങനെയാണ് ലിക്വിഡ് വന്നതെന്ന്. എന്താണ്, ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ നമ്മൾ ഫർണസ് ഹീറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് മെൽറ്റ് ചെയ്യുന്ന ആൾക്കാർ ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് ഒഴുകി അങ്ങ് പോകും. എന്നാൽ മെൽറ്റിംഗ് പോയിന്റ് കുറച്ചുകൂടി ഹൈ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവരെ കാത്തിരിക്കാൻ തുടങ്ങും. ആരെ കാത്തു നിൽക്കും, കുറച്ചുകൂടി നല്ല ഹീറ്റ് ഉണ്ട് ഇവിടെ കിട്ടാൻ ഇല്ല. ഈ പ്യുവർ മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റ് തന്നെ അത്ര വരെ മാത്രമേ ഇവർ ഹീറ്റ് ചെയ്യൂ, ഒരുപാട് ഹീറ്റ് ചെയ്യില്ല. അപ്പം നമ്മുടെ ആവശ്യമുള്ള മെറ്റലിന്റെ ആ ഒരു ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്തേ കിട്ടൂ, ആ മെറ്റൽ മാത്രമേ കിട്ടൂ. അപ്പൊ അതാണ് ലിക്വേഷൻ. എന്താണ്, ഓൺ ഹീറ്റിംഗ് സച്ച് മെറ്റൽസ് ഓൺ ദ ഇൻക്ലൈൻഡ് സർഫസ് ഓഫ് എ ഫർണസ് ദ പ്യുവർ മെറ്റൽ മെൽറ്റ്സ് ആൻഡ് ഫ്ലോസ് ഡൗൺ ലീവിംഗ് ദ ഇമ്പ്യൂരിറ്റീസ് ബിഹൈൻഡ്. അപ്പൊ ലിക്വേഷൻ ക്ലിയർ ആയല്ലോ. ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഡിസ്റ്റിലേഷൻ വേപ്പർ റിലേറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടോ. ഓക്കെ, ഇവിടെ അവസാനം റിട്ടോർട്ട് എന്നൊരു സാധനമുണ്ട്. റിട്ടോർട്ട് എന്ന് വെച്ചാൽ കുറച്ച് വളഞ്ഞ്, ഇവിടെ അവസാനം വെക്കുന്ന ഒരു സാധനം ഇങ്ങനെ വളഞ്ഞിട്ട്, ഓക്കെ, അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു എക്യുപ്മെന്റ് ആണ് നമ്മൾ ഈ റിട്ടോർട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ അവസാനം ഇങ്ങനെ ടാപ്പർ ചെയ്ത് പോകുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ ഇവിടെ ഈ ഒരു എൻഡിലില്ലേ, ഇവിടെ കണക്ട് ചെയ്യുന്ന സാധനമാണ് ഇതുപോലെ സാധനം. അതിനാണ് റിട്ടോർട്ട് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഉണ്ടാവും റിട്ടോർട്ട്, പലതരത്തിൽ പല ഭാഗത്ത് ഉപയോഗിക്കും. അപ്പോൾ ആ ഒരു ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു നല്ല സ്പേസ് ഉണ്ടാവും, പിന്നെ അത് ടാപ്പർ ചെയ്തിട്ട് എന്താവും, നമുക്ക് ഇങ്ങനെ പോയിട്ട് ഒരു അവസാനം തുള്ളിയായിട്ട് ഇതിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, നേരത്തെ ലോ മെൽറ്റിംഗ് പോയിന്റ്, ലോ ബോയിലിംഗ് പോയിന്റ്, അതായത് വളരെ പെട്ടെന്ന് ബോയിൽ ചെയ്യുന്ന മെറ്റൽസ് പെട്ടെന്ന് അവരെ ചൂടാക്കിയാൽ മതി, അപ്പം തന്നെ അവർ ആവിയായിട്ട് ഷടേന്ന് തൊട്ട് ഓടി രക്ഷപ്പെടും. അപ്പൊ ആരൊക്കെയാണ് ഇവിടെ, നമ്മൾ മെർക്കുറി എടുത്ത്, മെർക്കുറി, കാഡ്മിയം, സിങ്ക്, നേരത്തെ ടിന്നിൽ ലെഡ് എന്ന് പറഞ്ഞ പോലെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഹൈഡ്രാർജറം എന്ന് ചുരുക്കിയിട്ടാണ് നമ്മൾ HG എന്ന് എഴുതുന്നത്.
മെർക്കുറിന്റെ ലാറ്റിൻ ആയിട്ടുള്ള ഒരു പേരിൽ നിന്ന് ഹൈഡ്രാർജിയർ എന്നുള്ള ഒരു പേരിൽ നിന്ന് മെർക്കുറി നമ്മൾ HG എന്ന് എഴുതി. അപ്പോൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്നത് ലോ ബോയിലിംഗ് പോയിന്റ് ആണ്, അവർക്ക് വേണ്ടിയിട്ട് ഡിസ്റ്റിലേഷൻ. അപ്പം ഹൈ ബോയിലിംഗ് പോയിന്റിലെ ആൾക്കാർ എന്താ ചെയ്യുക? ഡെഫിനറ്റ്ലി അവർ സെപ്പറേറ്റ് ചെയ്യില്ല. അതാണ് ഇംപ്യൂർ മെറ്റൽസ് എന്താണ് ഓൺലി പ്യുവർ മെറ്റൽ വേപ്പറൈസ്. ഇവിടെ നമ്മൾ പ്യുവർ മെറ്റൽ എടുക്കുവാണ്, നമ്മൾ ഹീറ്റ് ചെയ്യും. ഇവിടെ ആരാണ് നമ്മൾ എടുത്തിട്ടില്ല, സോറി, ഇംപ്യൂർ മെറ്റൽ എടുത്തു. അപ്പോൾ എന്താണ് ഈ മുകളിലോട്ട് ആ വേപ്പറൈസ് ആരാണ് പോകുന്നത്? ലോ ബോയിലിംഗ് പോയിന്റ് മെറ്റൽ എന്ത് ചെയ്യും? അതിലൂടെ വേപ്പറൈസ് ചെയ്തു. അത് ഇതിലൂടെ പോയി ഒഴുകി കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യുന്ന എന്താണ്? ഇവിടെ വേപ്പറല്ലേ ഉള്ളേ, വേപ്പറിനെ കണ്ടൻസ് ചെയ്തിട്ട് നമ്മൾ ലിക്വിഡ് ആക്കണല്ലോ അല്ലേ? വേപ്പറിനെ കണ്ടൻസ് ചെയ്തിട്ട്, കണ്ടൻസർ ഉപയോഗിച്ച് കണ്ടൻസ് ചെയ്തിട്ട് എന്താവും? ഇവിടെ കുറച്ച് വാട്ടറൊക്കെ കൊടുത്തിട്ട് കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് ലിക്വിഡ് ഡ്രോപ്പ് ആയിട്ട് ഇവിടെ നമുക്ക് ആരെ കിട്ടും? പ്യുവർ മെറ്റൽ കിട്ടും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഈ മൊത്തം സെറ്റപ്പ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയാം. പക്ഷെ ഞാൻ ഡിസ്റ്റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഫിഗർ കാണിച്ചു തരും. ഈ റിട്ടൗട്ട് എന്ന് പറഞ്ഞ ഇതാ, ഇവിടെ ഈ ഒരു പൈപ്പ് കണ്ടോ? ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ അവസാനത്തെ ഒരു ഭാഗത്തോ നമുക്കാണ് ഉപയോഗിക്കാം. എന്തിനാണ്? ഈ വലിയൊരു ഭാഗത്ത് വേപ്പർ പോയിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റി നിൽക്കുക. അപ്പോൾ കുറച്ച് ചുറ്റിന്ന് എന്താ, വേപ്പർ ഇവിടെ ലിക്വിഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ ലിക്വിഡ് ഇങ്ങനെ ഒഴുകി പോവാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയ സെറ്റപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ച് റിട്ടൗട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് കാണാം. അപ്പോൾ ഐഡിയ മനസ്സിലായാലും എന്താണ് ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കും. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഓക്കെ ആണല്ലോ? പിന്നെ ഇനി ഇവരൊക്കെ പോട്ടെ, നമ്മൾ സാധാരണ മെറ്റൽസ് ഒന്നും നമുക്ക് പോട്ടെ. ഇനിയിപ്പം നമുക്ക് കുറച്ചും കൂടി റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസോ അല്ലെങ്കിൽ ചില മെറ്റൽ, നമ്മൾ നേരത്തെ റിഡക്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലുണ്ട്. പക്ഷേ റിഫൈനിങ് അങ്ങനെയല്ല. ചില മെറ്റൽസ് റിഫൈൻ അതിന് റിയാക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല. വേറൊരു തരത്തിലും പുള്ളിക്കാരൻ വേറെ ആരും ഒരു റിയാക്ട് ചെയ്യുന്നില്ല. ഒരു തരത്തിലും സെപ്പറേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഉദാഹരണം കോപ്പർ. നിങ്ങൾ ആ ഒരു ലിസ്റ്റ് മനസ്സിലാക്കാനാണ്. അവസാനം കോപ്പർ പ്ലേറ്റിൽ സിൽവർ സ്പൂൺ ഇട്ട് ഇളക്കി വെച്ചാൽ അവസാനം കിടക്കുക കോപ്പർ അല്ലേ? അപ്പൊ കോപ്പർ റിയാക്ടിവിറ്റി കുറവാണ്. അപ്പൊ വേറെ ഒരു തരത്തിലും പുള്ളിക്കാരനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് നേരെ ഇലക്ട്രിസിറ്റി അപ്പ് ചെയ്യും. ഒരു തരത്തിൽ ഇപ്പം ചില ആൾക്കാർ ഇപ്പം നമ്മൾ ഈ എന്താ പറയുക, ഈ മെന്റൽ ഇഷ്യൂസ് ഉള്ള ചിലപ്പോൾ മെന്റൽ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഷോക്ക് തെറാപ്പി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എന്താണ്, അവർക്ക് വേറെ ചികിത്സയൊന്നും പഠിച്ചിട്ടില്ല, എങ്ങനെയാണ് അവസാനം ഷോക്ക് തെറാപ്പി കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതിന് വേറെ ഒരു പരിപാടി നടക്കില്ല, അവസാനം ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നടക്കും. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോളിസിസ് നടത്തും. ഇലക്ട്രോളിസിസ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കെമിക്കൽ എനർജി നടത്താൻ നമ്മൾ അല്ലേ? എന്താണ് ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ കെമിക്കൽ എനർജി ആക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത് അല്ലേ? കെമിക്കൽ റിയാക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കും. അപ്പൊ ഇലക്ട്രോലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സൊല്യൂഷൻ ഓഫ് ദ സോൾട്ട് ഓഫ് ദ മെറ്റൽ, നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി. ഇലക്ട്രോലിസിസ് ഇതിനാണ് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും അല്ലേ? ആ ഇലക്ട്രോലൈറ്റ് എന്തിൻ്റെയാണ്? ആ മെറ്റലിന്റെ ഒരു സോൾട്ടിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും ആ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കും. അപ്പൊ അതിനെ ഇലക്ട്രോലിസിസ് ചെയ്തിട്ടാണ് നമുക്ക് ഉണ്ടാവുന്നത്. നമുക്കിവിടെ എന്ത് ചെയ്യും? രണ്ട് മെറ്റൽ റോഡ്സ് ഉണ്ടാവും അല്ലേ? പ്യുവർ മെറ്റലിന് നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് എടുക്കും, കാത്തോഡ് ആയിട്ട് എടുക്കും. നമ്മൾ ഇലക്ട്രോലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് എൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? കാത്തോഡ് എന്ന് വിളിക്കും. പോസിറ്റീവ് എൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? ആനോഡ്. ഇത് ഇലക്ട്രോലിറ്റിക് സെല്ലിലാണ് കേട്ടോ. നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ ഈ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറും. പക്ഷെ നമ്മൾ അതിപ്പോൾ ആലോചിക്കണ്ട, നമ്മൾ ഇലക്ട്രോണിക് സെല്ല് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, നെഗറ്റീവ് ഇലക്ട്രോഡിൽ നമ്മൾ കാത്തോഡിൽ ആരെ എടുക്കും? പ്യുവർ മെറ്റലും. ഇംപ്യുവർ മെറ്റൽ നമ്മൾ എവിടെ എടുക്കും? ആനോഡിൽ എടുക്കും. അപ്പം ആനോഡിലും കാത്തോഡിലും നടക്കുന്ന റിയാക്ഷൻ എന്താണ്? കാത്തോഡിൽ റിഡക്ഷൻ നടക്കും, ആനോഡിൽ എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും. ഓക്കെ, അപ്പൊ റിഡക്ഷൻ വെച്ചാൽ എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ കാത്തോഡിൽ റിഡക്ഷനും ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും. എക്സാമ്പിൾ കോപ്പറിനെ തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് സെറ്റപ്പ് വേണമല്ലോ. ഇതാ ഈ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു സെല്ലുണ്ട്. സെല്ലിന്റെ പോസിറ്റീവ് എൻഡ് ഇതാ ഒരു ഇലക്ട്രോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് എൻഡ് നമ്മൾ വേറെ ഇലക്ട്രോഡ് കണക്ട് ചെയ്യും. അപ്പൊ നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്തില്ല ആർക്കാണ്? ഇത് പ്യുവർ കോപ്പറിനാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതേതാണ്? ഇത് കാത്തോഡാണ് അഥവാ നെഗറ്റീവ് ഇലക്ട്രോഡ്. ഇവിടെ ആരാണ്? ഇവിടെ ഇംപ്യൂർ. കണ്ടോ, കുറെ ചളിയൊക്കെ പിടിച്ചതുപോലെ ഒരു സാധനത്തിന് കാണുന്നില്ലേ? ഇംപ്യൂർ കോപ്പർ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ആനോഡായിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ ആനോഡ് കാത്തോഡൊക്കെ സെറ്റായി. ഈ സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് എന്താണ്? ഇത് കോപ്പർ സൾഫേറ്റിനെ നമ്മൾ എന്തുമായി മിക്സ് ആക്കി? കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എങ്ങനെ ഉണ്ടാക്കിയത്? അതിനെ H2SO4 അതായത് സൾഫ്യൂരിക് ആസിഡിൽ മിക്സ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ കോപ്പർ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ കോപ്പർ സൾഫേറ്റ് ഉണ്ടാക്കിയത്. അപ്പൊ മെയിൻ ആയിട്ട് ഇലക്ട്രോലൈറ്റ് ആരാണ്? സൾഫ്യൂരിക് ആസിഡിലാണ് നമ്മൾ കോപ്പർ ഇട്ടിട്ടുള്ളത്. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാ കോപ്പർ സൾഫേറ്റ് ഫോം? സൾഫ്യൂരിക് ആസിഡ് കോപ്പർ ഇട്ട് കോപ്പർ സൾഫേറ്റ് ആയത്. കോപ്പർ സൾഫേറ്റ് എവിടെയാണുള്ളത്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുള്ള ഇലക്ട്രോലൈറ്റ് ആണെന്ന് ഓർമ്മിക്കുക. പിന്നെ അടിയിൽ കുറച്ച് ചളി കാണുന്നുണ്ട്. ഈ ചളിക്കാണ് നമ്മൾ പറയാം ആനോഡ് മഡ്. ആനോഡിന്റെ സ്വന്തം ചളിയാണ്. അപ്പൊ എന്താണ് ഇത്? ഇമ്പ്യൂരിറ്റീസ് ആണ് താഴെ കിടക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇമ്പ്യൂരിറ്റീസ്? അപ്പൊ റിയാക്ഷൻസ് നമുക്ക് അറിയണ്ടേ? ഇപ്പൊ സെറ്റപ്പ് ഒക്കെ മനസ്സിലായല്ലോ. ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് നമുക്ക് അറിയാം. ഇമ്പ്യൂർ ആയിട്ടുള്ള കോപ്പർ നമ്മൾ ആനോഡായിട്ട് എടുക്കുന്നു,
പ്യൂർ ആയിട്ടുള്ള കോപ്പർ നമ്മൾ കാത്തോഡായിട്ട് എടുക്കുന്നു, ഇലക്ട്രോലൈറ്റ് ആയിട്ട് കോപ്പർ സൾഫേറ്റ്. ഇവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുള്ള കോപ്പർ സൾഫേറ്റ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തു. പിന്നെ ആനോഡ് മഡ്, ആനോഡിന്റെ തൊട്ട് താഴെ കട്ട പോലെ അവിടെ ചളി കിടക്കുന്നുണ്ട്. അതെന്താണ്? അത് വേസ്റ്റ് ആണ്. ഇംപ്യൂർ മെറ്റലുള്ള ബാക്കിയുള്ള വേസ്റ്റ് കൂടി സെപ്പറേറ്റ് നമുക്ക് പ്യൂർ ആയിട്ടുള്ള മെറ്റൽ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് കാണാലോ എന്തൊക്കെ റിയാക്ഷൻസ് അല്ലേ. എന്താണ് ആനോഡിൽ ഇംപ്യൂർ കോപ്പർ, കാത്തോഡിൽ പ്യൂർ കോപ്പർ, ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ്, കോപ്പർ ഉണ്ട് അതിൻ്റെ അകത്ത്, സൾഫ്യൂരിക് ആസിഡ് ആണ് മെയിൻ ആയിട്ടെന്ന് പറയാം. ആനോഡിൽ റിയാക്ഷൻ എന്താണ്? കോപ്പർ 2 ആനോഡിൽ എന്താ? കോപ്പർ Cu2++ 2 ഇലക്ട്രോൺ ആവും. അപ്പൊ നമുക്ക് ഈ സൊല്യൂഷനിൽ ആരെ കിട്ടി? എക്സ്ട്രാ കോപ്പർ സൾഫേറ്റും കിട്ടി. എന്താണ്? കൂടെ 2 ഇലക്ട്രോണും വന്നു. അങ്ങനെ ഒരുപാട് കോപ്പർ സൾഫേറ്റും എന്താണ് 2 ഇലക്ട്രോണും ഇങ്ങനെ കിടക്കുക. അപ്പൊ ഇവിടെ പ്യൂർ മെറ്റൽ ഉണ്ട്. അപ്പൊ ആനോഡിലെ റിയാക്ഷൻ ഓക്കെ ആയി. അപ്പൊ സൊല്യൂഷനിൽ ഓൾറെഡി ആരുണ്ട്? സൊല്യൂഷനിലും കോപ്പർ സൾഫേറ്റ് ഉണ്ട്. ഈ സൊല്യൂഷനിലെ കോപ്പർ സൾഫേറ്റ് നോക്കുമ്പോൾ ആരാണ്? 2 ഇലക്ട്രോൺ അല്ലേ വന്നത്. അപ്പൊ എന്ത് ചെയ്യും? സൊല്യൂഷനിലെ കോപ്പർ സൾഫേറ്റ് ഈ 2 ഇലക്ട്രോണോട് ചേർന്നിട്ട് എങ്ങോട്ട് പോകും? അത് കാത്തോഡിൽ ഡെപ്പോസിറ്റ് Cu2++ 2 ഇലക്ട്രോൺ ഗിവ്സ് Cu. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എന്താണ്? കാത്തോഡിൽ റിയാക്ഷൻ ആനോഡിൽ എന്താണ്? Cu ഗിവ്സ് Cu2++ 2 ഇലക്ട്രോൺ. കാത്തോഡിൽ എന്താണ്? Cu2++ 2 ഇലക്ട്രോൺ അയോൺ. Cu2+ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ആയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ കാത്തോഡിൽ പ്യൂർ മെറ്റലിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കണ്ടോ, ഈ തുടക്കത്തിൽ ഇത് നല്ല കട്ടയായിരിക്കും, പിന്നെ ഇതിന്റെ അളവ് കുറഞ്ഞ് വരും. മുകളിൽ നമ്മൾ പ്യൂർ ആയിട്ടുള്ള കോപ്പർ കുറച്ചുകൂടി നന്നായി ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്ന കാര്യം. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഈ ഏതിൻ്റെയോ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ചെയ്യണോ അതിന് ഇംപ്യൂർ ആയിട്ടുള്ള ആ മെറ്റലിനെ നമ്മൾ ആനോഡായിട്ടും പ്യൂർ ആയിട്ടുള്ള ആ മെറ്റലിനെ കാത്തോഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ ഇംപ്യൂർ ആയിട്ടുള്ള അതിലുള്ള കോപ്പറൊക്കെ പുറത്തുപോയി അതിലെ ബാക്കി അഴുക്കുകളൊക്കെ താഴെ ഇങ്ങനെ ചളിയായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതിൽ നിന്ന് വന്ന 2 ഇലക്ട്രോണിനെ സൊല്യൂഷനിലുള്ള കോപ്പർ എന്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ഇവിടെ കാത്തോഡിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ 3 സ്റ്റെപ്സ് പഠിച്ചു. ഏതിന്റെ സ്റ്റെപ്സ് ആണ്? നമ്മൾ കോൺസെൻട്രേഷനോ അതായത് പ്രൊഡക്ഷന് വേണ്ടി 3 സ്റ്റെപ്പ് പഠിച്ചു. എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ പഠിച്ചു. അതിലെന്തൊക്കെയുണ്ട്? നമ്മൾ 4 മെത്തേഡ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ആദ്യത്തെ ലെവിഗേഷൻ പഠിച്ചു, അതായത് വെള്ളം കൊണ്ട് കഴുകിക്കളയുന്ന പഠിച്ചു അല്ലേ. പിന്നെന്താണ്? അതിനുശേഷം നമ്മൾ പഠിച്ചു ലെവിഗേഷൻ ആർക്കാണ് ഉപയോഗിക്കുന്നത്? ഡെൻസിറ്റി കുറഞ്ഞ ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയ ഓർസ്, അതായത് ഓക്സൈഡ് സോഴ്സും ഗോൾഡ് ഓർസും ഉപയോഗിക്കും. രണ്ടാമത്തെ മെത്തേഡോ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നമ്മൾ പഠിച്ചു. എന്താ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ? നമ്മൾ ആർക്കാ ഉപയോഗിക്കുന്നത്? അവിടെ ഡെൻസിറ്റി ആരുടെ കൂടുതലാണ്? ഡെൻസിറ്റി ഓഫ് ഓർ കുറവാണ്, ഇംപ്യൂരിറ്റീസിന്റെ ഡെൻസിറ്റി കൂടുതൽ. ആർക്കും ഉപയോഗിക്കും? സൾഫൈഡ് ഓർസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. പിന്നെ നമ്മൾ പഠിച്ചു, എന്താണ് പഠിച്ചത്? നമ്മൾ ലീച്ചിങ് പഠിച്ചു, മാഗ്നറ്റിക് സെപ്പറേഷൻ പഠിച്ചു. എന്തിനാണ്? മാഗ്നറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് ആയിട്ടോ ഉള്ള ഇംപ്യൂരിറ്റീസിനെ മാഗ്നറ്റിക് ഓറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഓറിൽ നിന്ന് മാഗ്നറ്റിക് ഇംപ്യൂരിറ്റി സെപ്പറേറ്റ് ചെയ്യാനോ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാം. ഇവിടെ ഡെൻസിറ്റിയുടെ കാര്യം വരുന്നില്ല. ലീച്ചിങ് എന്താണ്? നമ്മൾ ഓർ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനിൽ സോല്യൂബിൾ ആണെങ്കിൽ ഉപയോഗിക്കും. നമ്മൾ ആർക്കാ ഉപയോഗിക്കുന്നു? ഒരൊറ്റ ആൾക്ക് ഉപയോഗിക്കുന്നുള്ളൂ, ബോക്സൈറ്റിന് വേണ്ടി മാത്രം. അലൂമിനിയത്തിന്റെ ഓറാണെന്ന് പഠിച്ചു. പിന്നെ പല ഓർസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അലൂമിനിയത്തിന്റെ ബോക്സൈറ്റ് ആണ്, അയണിന്റെ ഹീമറ്റൈറ്റും മാഗ്നറ്റൈറ്റും പഠിച്ചു, കോപ്പറിന്റെ കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും പഠിച്ചു, സിങ്കിന്റെ കലാമിനും. പിന്നെന്താണ് പഠിച്ചത്? സിങ്ക് സൾഫൈഡ് കൂടി നമ്മൾ പഠിച്ചു, സിങ്ക് ബ്ലെൻഡ് കൂടി നമ്മൾ പഠിച്ചു. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പിന്നെ നമ്മൾ എക്സ്ട്രാക്ഷൻ പഠിച്ചു അല്ലേ. എക്സ്ട്രാക്ഷൻ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അതിനെ ഓക്സൈഡ് ആക്കി മാറ്റി. ഏതൊക്കെ വഴി? ഒന്ന് കാലി എയർ, അതായത് കാൽസിനേഷൻ വഴി നമ്മൾ അതിനെ മാറ്റി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ റോസ്റ്റിംഗ് ചെയ്തിട്ട് അതിനെ എന്തായി? ഓക്സൈഡ് ആക്കി. റോസ്റ്റിംഗ് എന്താണ്? എയറിന്റെ ഒരു എയർ ഫ്ലോ, എയറിന്റെ ഒരു എയർ ഫ്ലോ, ഒരു കറണ്ട് ഓഫ് എയറിൽ മെൽറ്റിംഗ് പോയിന്റിന് താഴെ ഹീറ്റ് ചെയ്യുമ്പോഴാണ്. ഇതോ കാലി എയറിൽ, ആബ്സെൻസ് ഓഫ് എയറിൽ ചെയ്യുമ്പോഴാണ് റോസ്റ്റിംഗ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? ആ മോയ്സ്ചറൊക്കെ വേപ്പറായിട്ട് അങ്ങ് പോകുന്നതും കണ്ടു. കാൽസിനേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് അല്ല, കാർബണേറ്റിനും ഹൈഡ്രോക്സൈഡ്, മെറ്റലിന്റെ കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡിനും നമ്മൾ കാൽസിനേഷൻ ഉപയോഗിക്കും. കോപ്പർ സൾഫൈഡിനെ കോപ്പർ ഓക്സൈഡ്സ് ആക്കാൻ നമ്മൾ റോസ്റ്റിംഗ് ഉപയോഗിക്കും. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? റിഡക്ഷന് വേണ്ടി നമുക്ക് 2 വഴികളുണ്ട് അല്ലേ. ഒന്നുകിൽ കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം അല്ലേ. ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാം. ഹൈ റിയാക്റ്റീവ് ആണെങ്കിൽ ഇലക്ട്രിസിറ്റിയും, അത്ര റിയാക്ടിവിറ്റി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? കാർബണോ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്. അപ്പോൾ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് അവസാനം റിഫൈനിങ് നമ്മൾ പഠിച്ചു അല്ലേ. റിഫൈനിങ് കൂടി നമ്മൾ പഠിച്ചു. റിഫൈനിങ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? റിഫൈനിങ്ങിൽ നമ്മൾ അവിടെയും 3 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു?
ആദ്യം ലിക്വേഷൻ പഠിച്ചു. ലിക്വേഷൻ എന്താണ്? ലോ മെൽറ്റിംഗ് ആയിട്ടുള്ള ടിന്നും ലെഡും ഒക്കെ പോലെ ആൾക്കാർക്ക് നമ്മൾ എന്താ പറയാ, ഇവിടെ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് അവർക്കാണ് നമ്മൾ ആരും ഉപയോഗിക്കുന്നത്, ലിക്വേഷൻ ഉപയോഗിക്കുന്നത്. ആരൊക്കെയാണ്? ടിന്ന്, ലെഡ് ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെന്താണ്? അടുത്ത ഡിസ്റ്റിലേഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആരൊക്കെയായിരുന്നു? ഇവിടെ എന്താണ്? ലോ ബോയിലിംഗ് പോയിന്റ്. അപ്പൊ ഇവിടെയൊക്കെ ആരാ ഇമ്പ്യൂരിറ്റീസ്? ഹൈ മെൽറ്റിങ്ങും ഹൈ ബോയിലിംഗും ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ആര് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾസ് കൂടി നിങ്ങൾ പഠിക്കണം കേട്ടോ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. പിന്നെ നമ്മൾ അവസാനം ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് പഠിച്ചു അല്ലേ? ഇലക്ട്രോലിറ്റിക് കൂടി നമുക്ക് ഉപയോഗിക്കാം. ആർക്കാ ഉപയോഗിക്കും ഇലക്ട്രോലിറ്റിക് ആർക്കാണ് നമ്മൾ ഇലക്ട്രോലിറ്റിക് ഉപയോഗിക്കുന്നത്? കോപ്പറിന് വേണ്ടിയിട്ടാണ് അല്ലേ? കോപ്പറിനാണ് നമ്മൾ പഠിച്ചത്, വേറെയും മെറ്റൽസ് ഉണ്ട്. ഓക്കെ, നമ്മൾ കോപ്പറിനെ മാത്രം തൽക്കാലം ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. കോപ്പറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. എന്താ ചെയ്യുന്നത് ഇവിടെ? ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റൽ നമ്മൾ ആനോഡായിട്ടും പ്യൂർ ആയിട്ടുള്ള മെറ്റൽ കാത്തോഡായിട്ടും ആ മെറ്റലിന്റെ തന്നെ സോൾട്ടിന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്യൂർ മെറ്റൽ കാത്തോഡിലോട്ട് കിട്ടും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂടുതൽ പിന്നെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അയോണും അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ ഒക്കെ നിങ്ങൾ ഇനി പഠിക്കും. അപ്പൊ ഈ ചാപ്റ്ററിലെല്ലാം ക്ലിയർ കട്ടായി മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പോയി കാണുക, ഓരോ സ്റ്റെപ്പും ഒന്നുകൂടി കാണുക. ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. താങ്ക് യു. Manorama Horizon. Learning made simple.